ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചന്മാരെ, ഇന്നത്തെ കഥ പറയാനായിട്ട് ഞാൻ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരോ കിഡിലോസ്കി കഥ. ഇതൊരു കൊറിയൻ സിനിമയാണ്. ഇവന്മാർക്കേ ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ പറ്റുള്ളൂ. സാധാരണ ട്വിസ്റ്റുകളൊക്കെ സിനിമയുടെ അവസാന ഭാഗത്തിലല്ലേ ഉണ്ടാവുക. എന്നാൽ ഈ സിനിമ തുടങ്ങുമ്പോൾ മുതലേ ട്വിസ്റ്റുകളാണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരോ ട്വിസ്റ്റോട് ട്വിസ്റ്റ് കേട്ടോ. അതായത് നമ്മൾ വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളാണ്. ഒരു പാലസ് ഉണ്ട്, ആ പാലസിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, അവിടെ മറച്ചു വെച്ചിരിക്കുന്ന ഓരോ കള്ളങ്ങൾ, നിഗൂഢതകൾ, മിസ്റ്ററി. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ സിനിമയെ കുറിച്ച് ഞാൻ തള്ളി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മാത്രം സിനിമയുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഉണ്ട് മച്ചാമാരെ, ധൈര്യമായിട്ട് തന്നെ കേട്ടു തുടങ്ങിക്കോ. അപ്പൊ നമ്മൾ നേരെ ഈ കഥയിലേക്ക് പോവുകയാണ്. പിന്നെ സിനിമയുടെ പേരെന്താണെന്ന് ചോദിക്കേണ്ട, അത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാ വീഡിയോയിലും എല്ലാ സിനിമയുടെ പേരും മുകളിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ഈ കഥ തുടങ്ങുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിട്ടുള്ള ചോയിയെ കാണിക്കുകയാണ്. അവളുടെ മുത്തശ്ശിയോടും വീട്ടുകാരോടും എല്ലാവരോടും യാത്ര പറഞ്ഞു ഒരു പാലസിലേക്ക് സെർവന്റ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് അവള് പോവുകയാണ്. പാലസ് എന്ന് പറഞ്ഞാൽ ഇത് കൊറിയയിലാണ്. എന്നാൽ ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് മുഴുവൻ ജപ്പാൻകാരാണ്. ജപ്പാൻകാർ കൊറിയ ഭരിക്കുന്ന കാലാണത്. അതുപോലെ ഇപ്പൊ ജോലി ചെയ്യാൻ പോകുന്നത് തന്നെ ഒരു ജപ്പാൻകാരന്റെ വീട്ടിലേക്കാണ്. അതിന്റെ ആ ഒരു ഓണറുടെ പേര് അങ്കിൾ കൊസൂക്കി എന്നാണ്. ഈ അങ്കിൾ കൊസൂക്കിക്ക് ജപ്പാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലും ഇയാളുടെ വീട്ടിൽ കരണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പാലസിലേക്ക് എത്തിയതിനു ശേഷം ചോയെ ഹെഡ് സെർവന്റ് വിളിക്കുകയാണ്. ഇതിനുശേഷം അവൾക്ക് കിടക്കാനായിട്ട് ഒരു മുറി കൊടുക്കുന്നുണ്ട്. ആ മുറി എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ഈ വീട്ടിലെ തന്നെ പ്രധാനിയായിട്ടുള്ള ഒരു ലേഡിയുടെ മുറിയുടെ അടുത്താണ്. ആ അങ്കിളുടെ മകളാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ മുറിയിൽ ചോയി കിടക്കുകയാണ്. രാത്രി ആയപ്പോൾ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. അതായത് ആ അങ്കിളുടെ മകള് തന്നെ, അവളുടെ പേര് സിയോണ എന്നാണ്. സിയോണ ഉറക്കനെ നിലവിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചോയി ഓടി ചെല്ലുന്നുണ്ട്. എന്താ കാര്യം ചോദിക്കുമ്പോൾ സിയോണ പുറത്തേക്ക് കൈ ചൂണ്ടിയിട്ട് ഒരു മരം കാണിച്ചു കൊടുക്കുകയാണ്. ആ മരത്തിലാണ് എന്റെ ചെറിയമ്മ തൂങ്ങി മരിച്ചത്. അമാവാസി രാത്രി കാണുന്ന സമയത്ത് ചെറിയമ്മയുടെ ആത്മാവ് എന്റെ അരികിലേക്ക് വരും. അത് ആലോചിച്ച് എനിക്ക് പേടിയാവുന്നെന്ന് പറയാണ്. ഇപ്പൊ ചോയി ഒരു ഭയത്തോട് കൂടിയിട്ട് ആ ഒരു മരത്തിലേക്ക് നോക്കുകയാണ്. ഇതേ സമയം തന്നെ സിയോണ ഈ ചോയി ഉണ്ടല്ലോ അവളുടെ മുറിയിലേക്ക് ഓടി കയറുകയാണ്. പിന്നീട് ചോയും പോയിട്ട് സിയോണയുടെ അടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ, സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അപ്പോഴാണ് ചീഫ് സെർവന്റ് വന്നിട്ട് സിയോണയ്ക്ക് ഈ ചോയിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇത് പുതിയ സെർവന്റ് ആണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്നതാണ്. ഇതിനുശേഷം ആ ഒരു ചീഫ് സെർവന്റ് അവിടുന്ന് പോവാണ്. മാത്രമല്ല ഈ ചോയി വന്ന സമയത്ത് ഇതിനു മുന്നേ എവിടെയാണോ അവള് ജോലി ചെയ്തത് ആ വീട്ടിൽ നിന്ന് ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇവള് നല്ലൊരു പണിക്കാരിയാണ് ആ രീതിയിലൊക്കെ. അപ്പൊ ആ ഒരു ലെറ്റർ വായിക്കാൻ വേണ്ടി സിയോണ ചോയിയോട് തന്നെ പറയാണ്. എന്നാൽ ഈ ചോയിക്ക് വായിക്കാനൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ ആ ഒരു ലെറ്ററിലേക്ക് നോക്കിയിട്ട് ചുമ്മാ അവളെ കുറിച്ച് തന്നെ അവളിങ്ങനെ തട്ടി വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു വിഷയം ചുമ്മാ ഒന്ന് മാറ്റാനായിട്ട് ചോയി സിയോണോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളൊക്കെ ജപ്പാൻകാരല്ലേ, പിന്നെന്തിനാ ഈ കൊറിയയിൽ വന്ന് നിൽക്കുന്നത്? ആ അങ്കിൾ കൊസോക്കി നിങ്ങളുടെ അച്ഛനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സിയോണ പറയണേ, ഏയ് എന്റെ അച്ഛനൊന്നുമല്ല, അതെന്റെ ചിറ്റപ്പനാണ്, എന്റെ ചെറിയമ്മയുടെ ഭർത്താവ്. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് ഞാൻ പെട്ടുപോയത്, എനിക്ക് ഇവിടെ നിൽക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. ദാ ഞാനിപ്പോ സംസാരിക്കുന്നത് കൊറിയയിലല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ജപ്പാൻകാരിയാണെങ്കിലും ആ ഭാഷ സംസാരിക്കുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല. എപ്പോഴും എന്റെ അങ്കിൾ ഓരോ പുസ്തകം തന്നിട്ട് അത് ജപ്പാനായിരിക്കും, അത് പഠിക്കുക അത് വായിക്കുന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ജപ്പാൻ ഭാഷയോട് തന്നെ ഭയങ്കര വെറുപ്പാന്ന് പറയാണ്. അതെല്ലാം പോട്ടെ, നീ ആ ഒരു കത്ത് വായിക്കുന്നത് വീണ്ടും ചോയിയോട് പറയാണ്. എന്നാൽ ചോയി പരിയും കളിക്കുമ്പോൾ സിയോണ എന്താ നിനക്ക് വായിക്കാൻ അറിയില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ചോയി പറയുന്നത്, ഇല്ല മേഡം എനിക്ക് വായിക്കാൻ അറിയില്ല. പക്ഷെ സിയോണ ചൂടാവുന്നൊന്നുമില്ല. സിയോണ പറയുന്നത്, ഓക്കെ എന്തായാലും കുഴപ്പമില്ല, പക്ഷെ എന്നോട് നുണ പറയാൻ നിൽക്കരുത് കേട്ടാ. ഇതിനുശേഷം സിയോണ അവളുടെ അമ്മയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ചോയി പറയാണ്, നിങ്ങളുടെ അമ്മയെ കാണാൻ ഭയങ്കര ഭംഗിയാണല്ലോ. ഓഹോ, അപ്പൊ എന്നെ കാണാൻ ഭംഗിയില്ലേ? മേഡം നിങ്ങളെ കാണാനും ഭയങ്കര ഭംഗിയാണ്. ഈ ജോലിക്കായിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഫുജി ഉണ്ടല്ലോ, ഫുജിവറ ഒരു ചിത്രകാരനാണ്. മാത്രമല്ല ഇവരുടെ കുടുംബത്തോട് നല്ല അടുത്ത് നിൽക്കുന്ന ആളാണ് ഈ ഫുജി. അപ്പൊ ഈ ഫുജി പറഞ്ഞിട്ടാണ് ചോയ് ഇങ്ങോട്ടേക്ക് ജോലിക്ക് വന്നത് തന്നെ. അപ്പൊ ആ ഒരു ഫുജി എന്നോട് പറഞ്ഞിട്ടുണ്ട് മേഡത്തിനെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സിയോണ ഇപ്പൊ നേരെ ലൈബ്രറിയിലേക്ക് പോവാണ്. കാരണം ഇത് വായിക്കേണ്ട സമയമാണ്, പഠിക്കേണ്ട സമയം. അങ്ങനെ സിയോണ അങ്കിളിന്റെ അടുത്തേക്ക് വായിക്കാൻ വേണ്ടി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയായപ്പോൾ അവളെ കൂട്ടാൻ വേണ്ടി ചോയ് ആ ഒരു ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ട്. വലിയൊരു റൂമാണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അങ്കിൾ ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് ഈ സിയോണ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഹാളിന്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു പാമ്പിനെ കണ്ട് അവളാകെ ഞെട്ടിപ്പോവാണ്. എന്നാൽ അത് വെറൊരു ശില്പം മാത്രമായിരുന്നു. പിന്നീട് സിയോണയും കൂട്ടിയിട്ട് ചോയ് പാലസിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. എന്നാൽ വീട്ടിലെത്തിയ സമയത്തിന് സിയോണ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുകയാണ്. എന്താണ് ചോദിച്ചപ്പോൾ പുസ്തകം വായിക്കുക അല്ലെങ്കിൽ എഴുതുക അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തല കറങ്ങും, അതുപോലെ തന്നെ ഛർദ്ദിക്കാൻ വരും. അങ്ങനെയാണ് സിയോണ ഇപ്പൊ ഛർദ്ദിക്കുന്നത്. ഈ ശീലം ഞങ്ങൾക്കും പണ്ട് ഉണ്ടായിരുന്നു. വായിക്കാൻ പറയുമ്പോൾ തല കറക്കും, അതുപോലെ തന്നെ ഛർദ്ദിക്കാൻ വരില്ലൊക്കെ. അത് പിന്നെ മറ്റേതിന്റെ ലക്ഷണമാണ്, ഒന്നുമല്ല മടിയുടെ ലക്ഷണം. അങ്ങനെ ഇരിക്കെ ഈ വീട്ടിലേക്ക്, അതായത് പാലസിലേക്ക് ഫുജിവറ വരികയാണ്. അതായത് ആ ഒരു ചിത്രകാരൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കുടുംബവുമായിട്ട് നല്ല അടുപ്പുള്ള ആളാണ് ഈ ഒരു ഫുജി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സിയോണെ വേഗം തന്നെ ചൊയ്യൊന്ന് നന്നായിട്ട് ഒരുക്കി നിർത്താൻ വേണ്ടി പോവാണ്. അതിനു മുന്നേ നന്നായിട്ടൊന്ന് കുളിപ്പിക്കാനായിട്ട് നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് പെർഫ്യൂമുകളാണ് ആ വെള്ളത്തിൽ ഒഴിക്കുന്നത് കേട്ടോ. മാത്രമല്ല നമ്മുടെ ചോയുടെ വീട്ടിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ആ ഒരു കുഞ്ഞുങ്ങളെല്ലാം അവളുടെ മുത്തശ്ശിയുടെ കൂടെ നോക്കി അവൾക്ക് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് മാത്രം മതിയായിരുന്നു സിയോണെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവൾ അവിടെ ഇരുത്താനായിട്ട്. കാരണം അവൾ വളർന്ന് വലുതായിട്ടുണ്ടെങ്കിലും ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സാണ് ഈ സിയോണയ്ക്ക്. ഒരു മിഠായി എല്ലാം കൊടുത്തിട്ട് അവൾ അങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സിയോണ
പറയാണ്, എടോ എന്റെ വായിലെ പല്ലിന് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ. ചോയ് അതെന്താന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പല്ലിങ്ങനെ അവളുടെ മുഖത്തോട് മുഖം ചേർന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, സിയോണയുടെ ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ് വരുന്നത് പോലെ. അതുപോലെ തന്നെ ചോയുടെ ഉള്ളിലും അതുപോലെ ഒരു ഫീല് വരുന്നുണ്ട്. അതായത് രണ്ടുപേരുടെ ഇടയിലും ഒരു റൊമാൻസ് വരുന്നത് പോലെ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് രണ്ടുപേർക്കും അറിയുന്നില്ല. ഇതേ നേരം തന്നെ ഫുജിവറ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ആളെ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഗൗരവക്കാരനാണ്. അങ്ങനെ പാലസിലേക്ക് വന്നപാട് തന്നെ സിയോണയുടെ അടുത്തേക്കാണ് ഈ ഫുജി പോകുന്നത് കേട്ടോ. പോയപാട് തന്നെ വേലക്കാരി എങ്ങനെയുണ്ട്, നല്ലതല്ലേ, നല്ല രീതിയിൽ തന്നെ നോക്കുന്നില്ലേ, മാത്രമല്ല ചോയെ നോക്കിയിട്ടും നല്ല രീതിയിൽ തന്നെ യജമാനിത്തിയെ നോക്കിക്കോണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിന് മറുപടി കൊടുക്കുന്നത് സിയോണയാണ്. ഫുജി ഇല്ലത് പറയാലോ, ഇതുപോലൊരു നല്ല സെർവന്റിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, എനിക്കുള്ള ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാ കാര്യം നല്ല വെട്ടിപ്പായിട്ട് നോക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ഫുജിയും ഒന്ന് ഇംപ്രസ് ആവാണ് കേട്ടോ. അതുകൊണ്ട് നേരെ ചോയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൾക്കൊരു കോയിൻ കൊടുക്കുന്നുണ്ട്, ഒരു ടിപ്പായിട്ട്. പിന്നീട് അധികം ഒന്നും സിയോണയോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവൻ നേരെ ഗസ്റ്റ് റൂമിലേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോയ് ഉണ്ടല്ലോ, അവളെ മറ്റൊരു സെർവന്റ് വന്ന് വിളിച്ചിട്ട് പറയാണ്, ഗസ്റ്റ് റൂമിലേക്ക് നിന്നെ വിളിക്കുന്നുണ്ട് പോകുന്നു. അപ്പൊ അങ്ങോട്ടേക്ക് നേരെ ചോയ് പോകുന്നുണ്ട്. പോയ പാട് തന്നെ ആ റൂം ക്ലോസ് ചെയ്യാണ്. അതേ റൂമിൽ തന്നെയാണ് ഫുജി ഉള്ളത്. ഇത്രയും നേരം ഫുജിയെ കാണുമ്പോൾ ഭയങ്കര ഡീസന്റ് ആയിട്ടുള്ള ഒരാളായിട്ടല്ല തോന്നിയത്. എന്നാൽ ആള് തനി കൂറയാണ് കേട്ടോ. കുട്ടിക്കൊരങ്ങ് തുള്ളി കളിക്കുന്നത് പോലെ അവൻ അവിടുന്ന് തുള്ളി കളിക്കുകയാണ്. അതുപോലെ തന്നെ ചോയ് അവളുടെ കയ്യിൽ അവൻ കൊടുത്ത ഒരു ടിപ്പായിട്ടുള്ള നാണയുണ്ടല്ലോ, അത് കാണിച്ചിട്ട് പറയണ, പന്ന കഴിവേറി, എനിക്ക് നീ ഡ്യൂപ്ലിക്കേറ്റ് തന്ന് പറ്റിക്കുമല്ലേ, എന്തിവിടെ നടക്കുന്നേ, എന്താ ഇവിടെ നടക്കുന്നേ, ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ. അപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. അതായത് നമ്മൾ കരുതിയതുപോലെ ചോയ് ഒരു നല്ല പെൺകുട്ടിയല്ല. അവളുടെ വീട്ടുകാരും മുത്തശ്ശിയും ഒന്നും നല്ല ആൾക്കാരല്ല, കംപ്ലീറ്റ്ലി ഫ്രോഡുകളാണ്. ഇവരുടെ കുടുംബത്തിന്റെ പ്രധാന പരിപാടി എന്താ വെച്ചാൽ കള്ള സ്റ്റാമ്പുകൾ, കള്ള നോട്ടുകൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവർ അഗ്രഗണ്യരാണ്. അതുപോലെ തന്നെ കള്ള പെയിന്റിങ്ങുകളും ഇവർ വരക്കും. പിന്നെ ഈ ചോയുടെ മുത്തശ്ശിയുടെ വീട്ടിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെല്ലാം എടുത്ത് വളർത്തുന്നത് ചോയുടെ മുത്തശ്ശി തന്നെയാണ്. എന്നാൽ ആ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കാരണമൊന്നുമല്ല, ഒരു പരിധിയായി കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞുങ്ങളൊക്കെ വിൽക്കാൻ പറ്റും. അപ്പൊ കംപ്ലീറ്റ്ലി കുടുംബത്തോടെ ഫ്രോഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു ചോയ്. ആ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ അങ്കിൾ കൊസൂക്കി, അതായത് ഈ പാലസിന്റെ ഓണർ ആയിട്ടുള്ള ആളുണ്ടല്ലോ, അയാളുടെ കാര്യം നോക്കാം. ഇത്രയും നേരം നമ്മൾ വിചാരിച്ചത് ആളൊരു ജപ്പാൻകാരനാണെന്നല്ലേ. അല്ല, എല്ലാവരോടും പറഞ്ഞു നടക്കുന്നതും അല്ലെങ്കിൽ പെരുമാറ്റവും എല്ലാം അത് തന്നെയാണ്, ഞാനൊരു ജപ്പാൻകാരനാണ് എന്ന രീതിയിൽ. എന്നാൽ യഥാർത്ഥത്തിൽ അയാളുടെ പിന്നിലുണ്ട് ഒരു കഥ. ഇയാളുടെ ചെറുപ്പകാലത്തിൽ ഈ കൊറിയയിലേക്ക് വന്ന ജപ്പാൻകാരുടെ ഇടയിൽ നിന്നിട്ട് അവരുടെ ട്രാൻസ്ലേറ്റർ ആയി നിന്ന ആളാണ് ഈ അങ്കിള്. അതുകൊണ്ട് തന്നെ അങ്കിളിന് നന്നായിട്ട് ജപ്പാനും അറിയായിരുന്നു. ഇയാൾ യഥാർത്ഥത്തിൽ ഒരു കൊറിയക്കാരൻ തന്നെയാണല്ലോ. അങ്ങനെ ജോലി ആവശ്യത്തിനായിട്ട് ജപ്പാനിലേക്ക് പോയി അവിടെ കുറെ കാലം നിന്നു. അവിടെയുള്ള ഓഫീസേഴ്സുമായിട്ട് നല്ല ബന്ധമായി. അവിടെ തന്നെ നല്ലൊരു ജോലിയും കിട്ടി. ആ ജോലിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അഴിമതിയും കാണിച്ചു, അത്യാവശ്യം കാശുമായി. മാത്രമല്ല അവിടുന്ന് തന്നെ ഒരു പണക്കാരിയായിട്ടുള്ള ജപ്പാൻകാരിയും കെട്ടുകയാണ്. അതോടുകൂടിയിട്ട് ഇയാളുടെ സ്വത്തും അവരുടെ സ്വത്തും കൂടിയൊക്കെ ആയിട്ട് ഇയാളൊരു കോടീശ്വരനാവുകയാണ്. പിന്നീട് കൊറിയയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ഇവിടെ ഇപ്പോഴും ഒരുപാട് പണക്കാരായിട്ടുള്ള ജപ്പാൻകാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പഴയ കാലത്തിലെ ഒരുപാട് പുസ്തകങ്ങൾ, പെയിന്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പണക്കാർക്ക് വിറ്റ് കാശ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് വായിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. ഇതൊക്കെയാണ് അങ്കിളുടെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത്. നല്ല കാശ് കിട്ടും ഈ ഒരു പരിപാടിക്ക്. കാരണം അങ്കിള് കൊടുക്കുന്ന പുസ്തകം എന്ന് വെച്ചാൽ അത്രയും വാല്യൂ ഉള്ളതായിരുന്നു. ആ പുസ്തകം എന്താണെന്ന് നമുക്ക് കഥയുടെ അവസാനം മനസ്സിലാക്കാം. മാത്രമല്ല പ്രായമായിട്ടും അങ്കിൾ കൊസൂക്കി അയാളുടെ ആ ഒരു ഫ്രോഡ് പരിപാടിയൊന്നും നിർത്തിയിട്ടില്ലായിരുന്നു. അയാൾ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പെയിന്റിങ്സ് ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പെയിന്റിങ് വരക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് ഫുജിവറയെ വിളിച്ചു വരുത്തിയത്. അതായത് നമ്മുടെ ചോയ് വേലക്കാരി ഉണ്ടല്ലോ, അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഫുജി. മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ചോയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ചിറ്റപ്പനൊന്നുമല്ല ഈ അങ്കിൾ കൊസൂക്കി. ശരിക്കും ചോയ് ഒരു ജപ്പാൻകാരിയാണ്. അവളുടെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അവർ മരിച്ചുപോയി. അവളെ പിന്നീട് നോക്കിയത് അവളുടെ ചെറിയമ്മയായിരുന്നു, അവളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. ആ ചെറിയമ്മയാണ് അങ്കിൾ കൊസൂക്കി വിവാഹം കഴിച്ചത്. ഇപ്പൊ മനസ്സിലായില്ലേ അങ്കിൾ കൊസൂക്കി എങ്ങനെയാണ് സിയോണയുടെ അങ്കിളായി മാറിയതെന്ന്. എന്നാൽ തന്തയായിട്ടും ഇയാളുടെ ആഗ്രഹം എന്താ വെച്ചാൽ ഇയാളുടെ ഭാര്യ മരിച്ചുപോയി, അതായത് സിയോണയുടെ ചെറിയമ്മ. ഇനിയിപ്പോ സ്വത്ത് മുഴുവൻ ഇയാളുടെ കയ്യിലേക്ക് വരണമെങ്കിൽ ഇയാൾ ഈ വയസ്സാം കാലത്ത് സിയോണെ വിവാഹം കഴിക്കണം. അപ്പൊ ആ ഒരു ആഗ്രഹവും മനസ്സിൽ വെച്ച് നടക്കുകയാണ് ഈ അങ്കിള്. അതുപോലെ തന്നെ ഇവിടെ ഫേക്ക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരക്കാൻ വന്ന ഫുജി. ഇവനും നമ്മുടെ സിയോണയുടെ മേത്ത് ഒരു കണ്ണുണ്ട്. കണ്ണ് എന്ന് പറഞ്ഞാൽ അവളുടെ സ്വത്തിനോടാണ്. എങ്ങനെയെങ്കിലും അവളൊന്ന് വളക്കണം, കല്യാണം കഴിക്കണം, അവസാനം സ്വത്തടിച്ചു മാറ്റണം. അതുപോലെ തന്നെ അതിനുശേഷം സിയോണെ ഒരു പ്രാന്താശുപത്രിയിൽ അടച്ചിട്ട് സ്വത്ത് മുഴുവൻ ഒറ്റയ്ക്ക് അനുഭവിക്കണം. എന്നാൽ അത്ര പെട്ടെന്ന് സിയോണെ വളക്കാൻ പറ്റില്ല എന്ന് ഫുജിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവന് വേണ്ടപ്പെട്ട, അതായത് ചോയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ചോയ് വഴി സിയോണയുടെ ആ ഒരു പ്രണയം അത് നേടിയെടുക്കാമെന്നാണ് ഫുജിയുടെ ആ ഒരു പ്ലാൻ. അതായത് ചോയ് പോയിട്ട് ഈ ഫുജിയെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് പൊക്കി പറയും. ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വീട് മുഴുവൻ കള്ളങ്ങളാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളും ഇനിയും വരാൻ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കേൾക്കാൻ നല്ല ത്രില്ലിങ് തോന്നില്ലേ? അപ്പൊ അതിന് മുന്നേയായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ്, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. എന്തായാലും ഫുജി ചോയെ ഏൽപ്പിച്ച ആ ഒരു പരിപാടി അവൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫുജി ഇപ്പോൾ ഒരു കമ്മൽ കൊടുക്കുന്നുണ്ട്, അത് കൊണ്ടുപോയിട്ട് സിയോണയ്ക്ക് കൊടുക്കാൻ പറയാണ്. അങ്ങനെ ചോയ് ആ ഒരു കമ്മലുമായിട്ട് സിയോണയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത് ഫുജി തന്നതാണ്, അയാൾക്ക് നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് തോന്നുന്നു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഫുജിയെ കുറിച്ച് വല്ലാണ്ട് പുകഴ്ത്തി പറയാണ് ചോയ്. ഇപ്പോൾ ഇതെല്ലാം സിയോൺ അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനുശേഷം നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ് റൂമിലേക്ക് പോവാണ്. ആ നേരം സിയോണയെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെ പിന്നാലെ വരുന്ന ചോയ് എന്തിനാണെന്ന് അറിയില്ല ആ ഒരു ഭംഗി ആസ്വദിക്കുകയാണ്. എന്താണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്?
നടക്കുന്നത്. സിയോണയെ ആർക്കൊക്കെയാണ് ഇഷ്ടം? അങ്കിൾ കുസോക്കിക്ക്, ഫുജിവറയ്ക്ക്, അതുപോലെ തന്നെ ഈ ചോയ്ക്കും. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് സിയോണ അങ്ങോട്ടേക്ക് പോയ സമയത്ത് അവളുടെ ആ ഒരു ഭംഗി കണ്ട് ശരിക്കും ഫുജി അന്തം വിട്ടു പോകുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് തിരിച്ചു വന്നപ്പോൾ സിയോണ പറയണു, ഓ എന്തൊരു വൃത്തിയായിട്ട വസ്ത്രമാണിത്, ഇടുമ്പോ തന്നെ ആകെ ഒരുമാതിരി ഒരു വീർപ്പ് മുട്ടൽ. ഇപ്പൊ ചോയ് പറയണു, ഓ പിന്നെ എന്തൊരു ഭംഗി ഇതെല്ലാം ഇട്ട് കാണാൻ, ഇതെല്ലാം ഇടാൻ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? അപ്പൊ സിയോണ ചോദിക്കാണ്, നിനക്ക് ഇതിടണോ? ഇടണമെങ്കിൽ ഇട്ടോന്ന് പറഞ്ഞിട്ട് ചോയ്ക്ക് അത് കൊടുക്കുകയാണ്. അവൾ അത് ഇട്ട് നോക്കുകയാണ്. ആ ഒരു ഭംഗിയെല്ലാം അവളും ആസ്വദിക്കുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും അവരുടെ ആ ഒരു വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെക്കുകയാണ്, കാരണം ഉറങ്ങാൻ കിടക്കണല്ലോ. ആ നേരത്ത് ചോയ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, സിയോണ നീ ആരെയാണ് വിവാഹം കഴിക്കുക, അങ്കിൾ കുസോക്കിയോ അല്ലെങ്കിൽ ഫുജിയോ? ഇപ്പൊ സിയോണ പറയാണ്, അതൊന്നും എനിക്കറിയില്ല, അങ്കിൾ എന്നെ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് തന്നെ എന്റെ സ്വത്തിന് വേണ്ടിയിട്ടാണ്. എന്നാ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫുജിയെ കല്യാണം കഴിച്ചോടെ, ആളെ കാണാൻ തന്നെ എന്തൊരു രസമാണ് എന്ന് സിയോണ പറയാണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ട, നീ പൊയ്ക്കോന്ന് പറയണം. പിന്നീട് സിയോണയുടെ ലൈഫിലെ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ലൈബ്രറിയിലേക്ക് പുസ്തകം വായിക്കാനായിട്ട് അവൾ പോകുക കേട്ടോ. അവൾ വായിക്കുന്ന ആ ഒരു പുസ്തകം അത് ഇഷ്ടപ്പെടുന്ന സമയത്താണ് ആൾക്കാർ വന്നിട്ട്, അതായത് ഒരുപാട് പണക്കാർ വന്നിട്ട് പുസ്തകം വായിക്കുന്നുണ്ട് പറഞ്ഞില്ലേ, അത് ഈ സിയോണ വായിച്ചു കൊടുക്കണം, എന്നാലേ അവർക്ക് ഇഷ്ടപ്പെട്ടാലേ അവർ ആ ഒരു പുസ്തകം മേടിക്കുകയുള്ളൂ. ഉച്ചവരെ സിയോണയുടെ പരിപാടി ഇതാണ്. ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഫുജിയുടെ കൂടെ ചിത്രം വരെ പഠിക്കാനായിട്ട് അവൾ പോകും. ഇപ്പൊ ഫുജിയുടെ കൂടെ ഇരുന്ന് ചിത്രം അങ്ങനെ വരക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതിനിടയിൽ നൈസായിട്ട് തന്നെ ഫുജി ഇവളെ ഒന്ന് വളക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ടും ഒന്ന് റൊമാൻറ്റിക് ആവാൻ നോക്കുന്നുണ്ട്. സിയോണ അതിലേക്ക് ഒന്നുമല്ല നോക്കുന്നത്, ആ ചിത്രത്തിലേക്ക് നോക്കുന്നില്ല, ഈ ഫുജിയെ നോക്കുന്നില്ല, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വേലക്കാരിയായിട്ടുള്ള ചോയിയെ നോക്കുകയാണ്. അതായത് ഇവരുടെ രണ്ടുപേരുടെ ഇടയിലും ആ ഒരു റൊമാൻസ് ഇങ്ങനെ വർക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അന്നേ ദിവസം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ രണ്ടുപേരും കൂടെ, അതായത് സിയോണ ചോയ് രണ്ടുപേരും നടക്കാനിറങ്ങുകയാണ്. അങ്ങനെ ആ ഒരു തോട്ടത്തിലൂടെ നടക്കുന്ന സമയത്ത് രണ്ടുപേർക്കും ഇവരുടെ പിന്നാലെ ആരോ ഒരാൾ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നീട് അത് തോന്നലായിരിക്കുമെന്ന് കരുതിയിട്ട് സിയോണ ഇപ്പോൾ ചോയോട് അവളുടെ അമ്മയെക്കുറിച്ച് ചോദിക്കുകയാണ്. ശരിക്കും ഈ ചോയുടെ അമ്മയും ഒരു കള്ളത്തിയായിരുന്നു. എന്തോ കട്ട് നാട്ടുകാർ കൈയോടെ പിടിച്ചു, അതുപോലെ തന്നെ കെട്ടിയിട്ട് തല്ലി കൊല്ലാണ്ടായത്. എന്നാൽ അതൊന്നും സിയോണയോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചോയ് പറയാണ്, എന്റെ അമ്മയ്ക്ക് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തതാണ്. ഇത് കേട്ടപ്പോൾ പാവം സിയോണ, അവളൊരു പൊട്ടി പെണ്ണാണ്, ഇതൊക്കെ വിശ്വസിക്കുകയാണ്. ആ സമയത്ത് അത്യാവശ്യം നല്ല മഴക്കോള് കാണുന്നുണ്ട്. വേഗം തന്നെ സിയോണയും കൂട്ടിയിട്ട് ചോയ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെയോ ജോലി വേറെ ഉണ്ട് കേട്ടോ, അത് ചെയ്യാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ സിയോണയുടെ മുറിയിൽ തന്നെ പെയിന്റിംഗ് പഠിപ്പിക്കാൻ വന്ന ടീച്ചർ ഉണ്ടല്ലോ, ഫുജി ഇരിക്കുന്നുണ്ട്. അപ്പൊ അനാവശ്യമായിട്ട് അവളുടെ അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ട് ഫുജി ഇങ്ങനെ അവളോടൊന്ന് റൊമാൻറ്റിക് ആവാൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങോട്ടേക്ക് വന്ന ചോയ് ജനലിലൂടെ കാണുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അവൾക്ക് ഇതൊന്നും തീരെ ഇഷ്ടാവുന്നില്ല. എന്നാൽ ഈ പരിപാടി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തന്നെയാണ് ചോയ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഇത് അവൾക്ക് ഇഷ്ടാവുന്നില്ലെങ്കിൽ അതിനർത്ഥം അവളുടെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം വന്നു തുടങ്ങിയെന്നല്ലേ. അങ്ങനെ പിറ്റേ ദിവസമായി തോട്ടത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ചിത്രം പഠിക്കാന്ന് പറഞ്ഞിട്ട് ഫുജി ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും സിയോണ ചോയ് ഇവരെ കൂട്ടിയിട്ട് തോട്ടത്തിലേക്ക് അങ്ങനെ പോവാണ്. പോകുന്ന വഴിയിൽ ഈ ഒരു ഫുജി പറയണ, അയ്യോ ഞാൻ ഓയിൽ പെയിന്റ് എടുക്കാൻ വേണ്ടി മറന്നുപോയിട്ടാ, സിയോണ നീ പോയിട്ട് അതൊന്ന് എടുത്തിട്ട് വരുമെന്ന് ചോദിക്കുകയാണ്. അതായത് ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി ചോയെ ഒഴിവാക്കിയതാണ്. ചോയ്ക്ക് ആ ഒരു കാര്യം മനസ്സിലാവുകയും ചെയ്തു. അവൾ വേഗം ഓടി ചെന്നിട്ട് അതുപോലെ തന്നെ പെയിന്റ് എടുത്ത് തിരിച്ചു വരികയാണ്. എന്നാൽ വിട്ട ഭാഗത്ത് അവരില്ലായിരുന്നു. കുറച്ച് അപ്പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ ഒരു പാറയുടെ പുറത്തിരുന്നുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കിസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നേരിട്ട് കണ്ട സമയത്ത് ചോയ് ഒന്ന് ഷോക്കായി പോവാണ് കേട്ടോ. ചോയ് ഉള്ള കാര്യം സിയോണ അതുപോലെ തന്നെ ഫുജി രണ്ടുപേരും കണ്ടില്ല. സിയോൺ ഇപ്പൊ ചോയെ കാണാണ്, ഒന്ന് ഞെട്ടിപ്പോവാണ്. എന്തോ ഒരു തെറ്റ് ചെയ്തതുപോലെ ചോയെ നോക്കുകയാണ്. അതായത് രണ്ടുപേർക്കിടയിലും പറയാതെ പറയുന്ന ഒരു പ്രണയമുണ്ട്. അങ്ങനെ രാത്രി നമ്മുടെ ചോയ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഇനി സിയോണയുമായിട്ട് അങ്ങനെ ഒരുപാടൊന്നും അടുക്കാൻ പാടില്ല, അവളെ കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഈ സമയത്ത് അവളുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ തന്നെയാണല്ലോ സിയോണ. സിയോണ ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട്. ബെല്ലടിക്കുമ്പോൾ സെർവന്റ് ആണ് ചോയ്. ചോയ് പെട്ടെന്ന് തന്നെ പോകണം, എന്നാൽ അവൾ പോകുന്നേ ഇല്ല. എന്നാൽ സിയോണ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി മുഖമെല്ലാം കനപ്പിച്ചുകൊണ്ട് ചോയ് നേരെ സിയോണയെ കാണാൻ വേണ്ടി പോവാണ്. സിയോണയ്ക്ക് നന്നായിട്ട് മനസ്സിലായി എന്തുകൊണ്ടാണ് ചോയ്ക്ക് ഇതുപോലെ ഒരു കലിപ്പ് എന്ന്. എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നില്ല. ചോയ് പറയാണ്, എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയാണ്, നീ ഒന്ന് ഇവിടെ കിടക്കുമെന്ന്. അങ്ങനെ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ചോയ് അവിടെ കിടക്കാണ്. ആ സമയത്ത് സിയോണ പറയാണ്, അങ്കിൾ കുസൂക്കി ജപ്പാനിലേക്ക് ജോലി ആവശ്യത്തിന് വേണ്ടി പോവാണ്, ചിലപ്പോൾ കുറച്ച് ദിവസം അവിടെ നിൽക്കും, എന്നിട്ടേ വരുള്ളൂ. ഇപ്പൊ ചോയ് അവളുടെ മനസ്സിൽ നിന്നും ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് എന്തിനാണോ അവൾ ഇങ്ങോട്ടേക്ക് വന്ന് ആ പണി തന്നെ എടുക്കുകയാണ്. എന്നാ പിന്നെ അങ്കിൾ ഇവിടെ ഇല്ലാത്ത സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫുജിയെ വിവാഹം കഴിച്ചൂടെ? ഈ സമയത്ത് സിയോണ പറയാണ്, ഫുജിയെ വിവാഹം കഴിക്കണോ? എന്നാൽ എനിക്കറിയില്ല ഒരു കല്യാണത്തിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത്, എനിക്ക് ആര് പറഞ്ഞു തരാനാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ പ്രായമായി വളർന്നു നിൽക്കുന്നുണ്ടെങ്കിലും സിയോണ ഒരു പൊട്ടി പെണ്ണാണ്, ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ചോയ് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ ചെറുതായിട്ട് അത് അവർ കാണിക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് വരികയാണ് കേട്ടോ. അന്ന് രാത്രി രണ്ടുപേരും നന്നായിട്ടൊന്ന് റൊമാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്നേ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ലൈബ്രറിയിൽ പോയിട്ട് അന്നത്തെ വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പെയിന്റിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ആ നേരം പെയിന്റിംഗ് മാഷായിട്ടുള്ള ഫുജി ഉണ്ടല്ലോ, വീണ്ടും അവളെ ഒന്ന് അബ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഒരു സൗകര്യത്തിന് വേണ്ടി ചോയോട് ഇവിടുന്ന് പോകാൻ പറയുന്നുണ്ട്. എന്നാൽ ചോയ് അവിടുന്ന് പോകുന്നില്ല. അവൾക്ക് ഈ ഒരു കാര്യം തീരെ ഇഷ്ടാവുന്നില്ലേ. എന്നാൽ ഈ ചോയും വിളിച്ചുകൊണ്ട് ഫുജി പുറത്തേക്ക് പോയിട്ട്, മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ, എന്ത് പണിക്കാ വന്നതെന്ന് നീ ആദ്യം ആലോചിക്കുക. വല്ലാണ്ട് ഇവിടെ കിടന്ന് കളിച്ചാൽ നിന്റെ കുടുംബം അടക്കം കള്ളത്തിമാരാന്നുള്ള കാര്യം ഞാൻ ഇവിടെ വിളിച്ചു പറയും. അടുത്ത നിമിഷം നീ പുറത്താണ്. ഇത് കേട്ടോണ്ടിരുന്ന ചോയ് പറയാണ്, എടാ കള്ള മോനെ, നിനക്ക് ആ ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം വേണമെങ്കിൽ അവളോട് മാന്യമായിട്ട് പെരുമാറ്, അല്ലാതെ ഒരു മൃഗത്തിനെ പോലെ ഇങ്ങനെ പെരുമാറിയാലൊന്നും അവൾക്ക് ഇഷ്ടം തോന്നില്ല. അതായത് വളക്കാമെന്ന പേരിൽ സിയോണയെ ശരിക്കും അബ്യൂസ് ചെയ്യാനാണ് ഫുജി നോക്കുന്നത്. ഒരു കാരണവശാലും അവൾക്കൊരു ഇഷ്ടം ഫുജിയോട് തോന്നാൻ പോകുന്നില്ല.
പോകുന്നില്ല. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. സിയോണ പറഞ്ഞതുപോലെ തന്നെ അവളുടെ അങ്കിള് ജോലി ആവശ്യത്തിനായിട്ട് ജപ്പാനിലേക്ക് പോവാണ്. അതുപോലെ തന്നെ ജപ്പാനിലേക്ക് പോകാനായിട്ട് ഫുജിയും തയ്യാറായി നിൽക്കുന്നുണ്ട്. അവനും അവിടെ പോയിട്ട് എന്തോ ഒരു ആവശ്യമുണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് ജപ്പാനിലേക്ക് പോകുന്നത് എന്ന് കരുതി ഒരുമിച്ചല്ല യാത്രയ്ക്ക് പുറപ്പെടുന്നത്. അതായത് ഒരേ ദിവസം തന്നെയാണ് രണ്ടുപേരും പോകുന്നത്. അങ്ങനെ പോകാൻ നേരത്ത് അങ്കിളിനെ യാത്രയാക്കാനായിട്ട് അങ്ങോട്ടേക്ക് സിയോണ പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു ഗേറ്റിന്റെ ഭാഗത്ത് എത്തിയ സമയത്ത് അങ്കിള് സിയോണയെ വിളിച്ചിട്ട് പറയാണ്, കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് വല്ലാണ്ട് കിടന്ന് അർമാദിക്കാൻ നിൽക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ താഴെ ആ ഒരു ബേസ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ കാര്യം നീ ആലോചിച്ചാൽ മതി. ഇത് പറഞ്ഞ പാട് പാവം സിയോണയുടെ മുഖം അങ്ങോട്ട് മാറിപ്പോവാണ്. അതായത് ഞെട്ടി വരണ്ടു പോകുന്നുണ്ട്. ഇത് പറഞ്ഞ് അങ്കിൾ കൊസോക്കി അവിടെ നിന്ന് പോവാണ്. അതായത് ഇവിടെ എന്തോ ഒരു ബേസ്മെന്റ് ഉണ്ട്, ഭീകരമായിട്ടുള്ള എന്തോ ഒരു കാര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് ആയിരിക്കുമല്ലോ സിയോണ ഇത്രക്ക് അങ്ങോട്ട് ഞെട്ടിപ്പോയത്. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയപ്പോൾ തന്നെ സിയോണ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ എടുത്തതൊന്നുമല്ല, 2 ദിവസം മുന്നേ എടുത്ത തീരുമാനമാണ്. ഈ രാത്രിയിൽ തന്നെ ഈ വീട് വിട്ട് പോകാനായിട്ട് കുറച്ച് അകലെയായിട്ട് ഒരു നദിയുണ്ട്. ആ നദിയിൽ ചെറിയൊരു തോണിയുമായിട്ട് ഫുജി കാത്തു നിൽക്കുന്നുണ്ടാവും. അതായത് ആ ഒരു ചിത്രകാരൻ തന്നെ പറഞ്ഞതുപോലെ തന്നെ അവനിപ്പോ അവസാനം സിയോണെ വളച്ചിട്ടുണ്ട്. അന്ന് രാത്രി ഈ കൊട്ടാരം വിട്ട് പോകാനായിട്ട് സിയോണെ ഹെൽപ്പ് ചെയ്യുന്നത് ചോയിയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ബാഗിലെടുത്ത് നേരെ ആ ഒരു റിവർ സൈഡിലേക്ക് പോവാണ്. അവിടെ ഒരു തോണിയിൽ അവൻ അതായത് ഫുജി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ 3 പേരും അവിടെ വിട്ട് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്തും സിയോണ ഇപ്പൊ തല ചായച്ച് വെക്കുന്നത് ചോയിയുടെ ഷോൾഡർ ഉണ്ടല്ലോ, ഹനുമയാണ്. അങ്ങനെ ഇവർ പോയിട്ട് ഒരു കപ്പലിൽ കുറച്ചു നേരം യാത്ര ചെയ്യുന്നുണ്ട്. അതും കഴിഞ്ഞ് ട്രെയിനിൽ യാത്രയാണ്. അതിനുശേഷം ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കുറച്ചു ദൂരം അവിടെ നിന്ന് നടന്നിട്ട് ഒരു അമ്പലത്തിന്റെ സൈഡിലേക്ക് എത്തുന്നുണ്ട്. ഒരു പഴയ ക്ഷേത്രമാണ്. അവിടെ പോയ പാട് തന്നെ സിയോണ ഫുജി രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഫുജി സിയോണയ്ക്ക് സമ്മാനമായിട്ട് ചെറിയൊരു എന്തോ ഒരു മാലയുടെ ലോക്കറ്റ് പോലെ എന്തോ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കാര്യം നിങ്ങൾ മറക്കണ്ട. ഇനി അവിടെ തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെയും ആദ്യരാത്രി നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി സിയോണയെ ചോയ് നന്നായിട്ട് തന്നെ ഒന്ന് അണിയിച്ചൊരുക്കുന്നുണ്ട്. എന്നാൽ ഈ സിയോണ ഫുജിയെ വിവാഹം കഴിച്ചത് അത് ഇഷ്ടം കൊണ്ടൊന്നുമല്ല തോന്നുന്നു. ആ ഒരു വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. എന്തായാലും അവളുടെ മുടി വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോയെ പെട്ടെന്ന് തന്നെ സിയോണ കയറി ചുംബിക്കാൻ നിൽക്കുകയാണ്. വേഗം തട്ടിമാറ്റി ചോയ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അന്നേ ദിവസം രാത്രി സിയോണയുടെയും അതുപോലെ തന്നെ ഫുജിയുടെയും ആദ്യരാത്രി നടക്കുന്നുണ്ട്. രാവിലെ തന്നെ ചോയ് വന്ന് നോക്കുമ്പോൾ ആ ഒരു കട്ടിലേക്കാകെ ബ്ലഡ് ആയി കിടക്കുന്ന കാണുകയാണ്. അതിനർത്ഥം ഇന്നലെ രാത്രി അവരുടെ ഇടയിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇതിനുശേഷം ഫുജിയെ നോക്കുകയാണെങ്കിൽ അവന് ഈ ഒരു സിയോണയോട് ഇഷ്ടം തോന്നിയിട്ടൊന്നുമല്ല. അവളെ കല്യാണം കഴിക്കണം, അവളുടെ ആ ഒരു സ്വത്തിൽ ഒരു പങ്ക് അടിച്ചു മാറ്റണം. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ആ ഒരു മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി ആ സർട്ടിഫിക്കറ്റ് വെച്ച് അവളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ ഫുജിക്ക് വിൽക്കാൻ കഴിയും. അപ്പൊ പോകുന്നതിന് മുന്നേ ചോയോട് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. സിയോണ ഒരു കാരണവശാലും ഇവിടുന്ന് എവിടെ നിന്ന് പോകാൻ പാടില്ല. ഞാൻ എന്തായാലും പോയിട്ട് അധികം വൈകാതെ പണവുമായിട്ട് ഇങ്ങോട്ടേക്ക് വരും. അതായത് ഫുജിയുടെ പ്ലാന് ശരിക്കും ഇത് തന്നെയാണ്. സിയോണെ വിവാഹം കഴിക്കുക, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അവളുടെ സ്വത്ത് വെക്കുക, അതിനുശേഷം അവളെ പ്രാന്താശുപത്രിയിൽ അടക്കുക. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു സ്വത്തും കാര്യങ്ങളൊക്കെ വിറ്റ് ഒരു പെട്ടിയിൽ നിറച്ചും കാശായിട്ട് അവൻ വരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അധികം വൈകാതെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും കുറച്ച് ഡോക്ടേഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് ചില ചെക്കപ്പും കാര്യങ്ങളൊക്കെ സിയോണയുടെ ദേഹത്ത് നടത്തുന്നുണ്ട്. സിയോണയോട് പറഞ്ഞത് അതൊരു ഹെൽത്തി ചെക്കപ്പ് ആണെന്നാ. ആക്ച്വലി അത് മറ്റൊന്നായിരുന്നു. അത് അധികം വൈകാതെ തന്നെ മനസ്സിലാക്കാട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഇവർ 3 പേരും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അതായത് ഫുജിയും സിയോണയും ചോയും കൂടെ. അങ്ങനെ ഇവർ പോയി എത്തിയത് ഒരു പ്രാന്താശുപത്രിയുടെ അടുത്തേക്കാണ്. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇന്നലെ വന്ന ആ ഒരു ഡോക്ടേഴ്സ് വന്നിട്ട് എന്ത് പരിശോധനയാണ് നടത്തിയെന്ന്. പാവം സിയോണെ ഇനി ഇവിടെ അടച്ചു പൂട്ടാൻ വേണ്ടി പോവാണ്. ഫുജിക്ക് കിട്ടേണ്ട സ്വത്തും കാര്യങ്ങളൊക്കെ അവന് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ ആ ഒരു കാര്യം ചോയ്ക്ക് നന്നായിട്ട് അറിയാട്ടോ. അപ്പൊ ചോയ്ക്ക് നന്നായിട്ട് വിഷമാവുന്നുണ്ട്. അവിടെ പോയിട്ട് സിയോണെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. പക്ഷെ പാവം സിയോണയ്ക്ക് ഈ ഒരു കാര്യമൊന്നും അറിയുന്നില്ല. ഇതേ നേരം തന്നെ അവിടെ നിന്നും ചില ഡോക്ടേഴ്സ് നഴ്സുമാർ ഇവരൊക്കെ വരികയാണ്. ഇവർ വന്നിട്ട് നേരെ പിടിക്കുന്നത് ചോയാണ് ഇവർ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത്. ചോയ് ആകെ ഞെട്ടിപ്പോണേ. ഇതെന്തിനാ എന്നെ പിടിക്കുന്നത്? ഞാനല്ല യജമാനത്തി, ദാ ഈ നിൽക്കുന്ന സ്ത്രീയാണ്. അവരെ പിടിക്കുന്നു പറയുമ്പോൾ ഇവരാരും ഇത് കേൾക്കുന്നില്ല. ചോയെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഫുജി ഒരു കാര്യം പറയുന്നുണ്ട്. ഡോക്ടറെ വേഗം എന്റെ ഭാര്യ തന്നെയാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന പറയാണ്. ഇതെല്ലാം കണ്ട് ചോയ് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? അതിനേക്കാൾ ഉപരിയായിട്ട് അവൾ ഞെട്ടിയത് മറ്റൊരു കാര്യം കണ്ടിട്ടാ. കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന സിയോണയുണ്ടല്ലോ. സിയോണ ഇപ്പൊ ഡോക്ടേഴ്സിനോട് പറയാണ്, സാറേ വേഗം അവളെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ യജമാനെത്തിയെ ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സുഖാക്കി എടുക്കണേ. ഇത് കേട്ട സമയത്ത് ചോയ് ശരിക്കും അങ്ങോട്ട് ഷോക്കായി പോവാണ് കേട്ടോ. എന്തെവിടെ നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ? അപ്പൊ അത് മനസ്സിലാവണമെങ്കിൽ വീണ്ടും നമ്മളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. അങ്കിൾ കുസോക്കി ഇയാളുടെ കൂടെയാണല്ലോ സിയോണ വളർന്നത്. എന്നാൽ ചെറുപ്പത്തിലെ ഒരു പെൺകുട്ടിയാണെന്ന് പോലും നോക്കാതെ അവൾ നല്ല രീതിയിൽ തന്നെ അടിക്കുമായിരുന്നു. ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്താൽ അവളെ നന്നായിട്ട് വേദനിപ്പിക്കും. അതിനെല്ലാത്തിനും കൂട്ടായിട്ട് തന്നെ അല്ലെങ്കിൽ മോളെ പിടിച്ചു കൊടുക്കാനായിട്ട് തന്നെ അവിടുത്തെ ഒരു ചീഫ് സെർവന്റ് ഉണ്ടല്ലോ, ആ ലേഡി ഉണ്ടാവും. അങ്ങനെ അടികൊണ്ട് കരയുന്ന സിയോണയെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് വീണ്ടും അവളെ പേടിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം ആ ഒരു സെർവന്റിന് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ചീഫ് സെർവന്റ് അവളെയും നിങ്ങളൊന്ന് നോക്കി വെച്ചോ കേട്ടോ. കഥ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആവശ്യം വരും. ഇതേ നേരത്ത് തന്നെ നമ്മുടെ ഈ ഒരു സിയോണ ഉണ്ടല്ലോ, അവളുടെ ചെറിയമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അവളുടെ ചെറിയമ്മ ആ ഒരു സമയത്ത് മരിച്ചിട്ടൊന്നുമില്ല. എന്നാൽ മോളെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന സമയത്ത് അത് ചോദിക്കണല്ലോ. എന്നാൽ ഈ സ്ത്രീ അതൊന്നും ചോദിക്കുന്നില്ല. അതായത് ഒരു ഇച്ചിരി കിളി വാരി കെടുക്കാണ് ഈ സ്ത്രീയുടെ. മാത്രമല്ല അന്ന് ലൈബ്രറിയിൽ പോയിട്ട് വായന പഠിക്കുന്ന കാര്യം അത് രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ചെയ്തത്. ഈ ചെറിയമ്മയും അതുപോലെ തന്നെ നമ്മുടെ സിയോണയും. അപ്പൊ ഈ വായിക്കുന്നതിന്റെ ഇടയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ച സമയത്ത് പെട്ടെന്ന് ദേഷ്യം പിടിച്ച് അങ്കിൾ കൊസൂക്കി വന്നിട്ട് രണ്ടുപേരെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. മാത്രമല്ല വേലക്കാരിയായിട്ടുള്ള ആ ഒരു ചീഫ് സെർവന്റ് ഇല്ലേ,
അവൾ അനാവശ്യമായിട്ട് ഓവറായിട്ട് സംസാരിക്കുമ്പോൾ സിയോണ തിരിച്ചു ചൂടാവും, ചിലപ്പോൾ അടിക്കുകയും ചെയ്യും. അത് ഈ വേലക്കാരി അതുപോലെ തന്നെ ചെന്ന് അങ്കിൾ കുസൂക്കിയോട് പറയും. അപ്പോൾ അതിന്റെ പണിഷ്മെന്റ് എന്ന രീതിയിൽ ഇരുമ്പിന്റെ സ്കെയിൽ ഉണ്ട്, അതൊക്കെ വെച്ചാണ് സിയോനെ അടിച്ചിരുന്നത്. പിന്നീട് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഈ ചെറിയമ്മയുണ്ടല്ലോ പെട്ടെന്ന് എന്തോ തലക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ അവിടുന്ന് ഓടുന്ന സമയത്ത് ആ ഒരു ചീഫ് സെർവന്റ് അവരവിടെ മുഴുവനായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ ഈ ചെറിയമ്മയുടെ കിളി പാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് സിയോണെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും അവളൊന്നും പ്രതികരിക്കാത്തത്. കാരണം അത് മനസ്സിലാവുന്നുണ്ടാവില്ല. പിന്നീട് ലൈബ്രറിയിൽ വെച്ച് സിയോണയ്ക്ക് കൂടുതൽ വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ ഈ ചെറിയമ്മ തന്നെയാണ്. എന്നാൽ പഠിക്കുക വായിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ കുറെ പുസ്തകങ്ങൾ ഇങ്ങനെ തുടക്കം മുതലേ വായിച്ചു കൊടുക്കുന്നല്ലോ. എന്താണ് ഈ വായിക്കുന്നത്, എന്താണ് ഈ പുസ്തകം എന്ന് നോക്കുകയാണെങ്കിൽ വൃത്തികെട്ട പുസ്തകങ്ങൾ, ഈ കാമസൂത്രം എന്നൊക്കെ പറയില്ലേ, അതുപോലെ മനുഷ്യരുടെ വികാരങ്ങൾ, മനുഷ്യർ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സമയത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ആ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഇതാണ് ഈ പെൺകുട്ടിയെ കൊണ്ട് വായിപ്പിക്കുന്നത്. അതും എന്താ പറയാ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, വളരെ വൃത്തികേട് എന്ന് വെച്ചാൽ അത്രയും വൾഗറായിട്ടുള്ള കാര്യം. അതാണ് ഈ ചെറിയ കുട്ടിയെ വരെ പഠിപ്പിക്കുന്നത്. ഈ അങ്കിള് പുസ്തകം മേടിക്കാനായിട്ട് ഒരുപാട് പൈസക്കാരെയും അതുപോലെ തന്നെ വലിയ വലിയ ഓഫീസേഴ്സിനെ ലൈബ്രറിയിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ടല്ലോ. എന്നാൽ ആ പണക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് സിയോണ വായിച്ചു കൊടുത്തിരുന്നത് ഇതുപോലെ വളരെ വൃത്തികെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം കേട്ട് അവന്മാർക്ക് ഭയങ്കരമായിട്ട് കുളിര് കോരിക്കഴിഞ്ഞാൽ അവർ ആ ഒരു പുസ്തകം വലിയ പൈസ കൊടുത്ത് മേടിക്കും. എന്തായാലേ മനുഷ്യരുടെ മനസ്സിൽ ഓരോ വൈകൃതങ്ങൾ, ആ വൈകൃതത്തെ നന്നായിട്ട് തന്നെ ഈ അങ്കിൾ കുസൂക്കി യൂസ് ചെയ്തു, അത് കാശാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം നല്ല കാശ് കൊടുത്ത് ഇവന്മാർ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുക, എന്നാൽ അത് വായിച്ചു കൊടുക്കേണ്ടത് സിയോണയാണ്. അവളുടെ ചെറുപ്പത്തിലൊക്കെ ഈ ഒരു ജോലി ചെയ്തിരുന്നത് അവളുടെ ചെറിയമ്മയായിരുന്നു. ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് അവരുടെ മൈൻഡൊക്കെ ആകെ ഔട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർക്ക് മാനസികമായതും ഒരു ദിവസം അവർ തൂങ്ങി മരിച്ചതും. ചെറിയമ്മയുടെ മരണത്തിന് ശേഷം സിയോണയെ കൊണ്ടായി ഈ ഒരു കൊസൂക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ സിയോണ വളർന്ന് വലുതായി ടീനേജ് ആയ ഒരു പെൺകുട്ടിയായി മാറി. എന്നത്തെയും പോലെ തന്നെ പുസ്തകം കേട്ട് ആസ്വദിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കുമായിട്ട് സിയോണ ഇതിങ്ങനെ വായിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഫുജി ഉണ്ട്. ഫുജി ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ വരയ്ക്കാനായിട്ടാണ്. ഈ വരുന്ന ആൾക്കാരെ ഇതെല്ലാം കൊടുത്ത് പറ്റിക്കൽ തന്നെയാണ് അങ്കിൾ കുസോക്കിയുടെ ഉദ്ദേശം. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് സിയോണ ഈ പുസ്തകം എല്ലാം വായിക്കുന്നുണ്ട്. എന്നാൽ അവന്മാർക്ക് അതൊന്നും പോരാ. ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അവളെ കൊണ്ട് ചെയ്ത് കാണിപ്പിക്കണം. അധികം വൈകിയില്ല, ആ ഒരു ചീഫ് സെർവന്റ് ലേഡി ഉണ്ടല്ലോ, അവർ വേഗം തന്നെ ഒരു പാവ കൊണ്ടുവരികയാണ്. ആ പാവയിൽ സിയോണ പറഞ്ഞ കാര്യങ്ങൾ അവൾ അതുപോലെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ മനുഷ്യരുടെ വൃത്തികെട്ട വൈകൃതങ്ങൾ, അതാണ് ഇവിടെ വെച്ച് കാണിക്കുന്നത് കേട്ടോ. ഈ കൊറിയൻ സിനിമ അങ്ങനെയാണ്. വേറെ ഏത് ഭാഷയിൽ കാണിക്കാൻ മടിക്കുന്ന കാര്യങ്ങളും ഇവര് നല്ല പാച്ചയ്ക്ക് കാണിക്കും. അതുകൊണ്ടാണ് കൊറിയൻ സിനിമകൾ എപ്പോഴും വളരെ ഡിഫറന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട ആ ഒരു പുസ്തകം മേടിച്ച് വീണ്ടും ആൾക്കാർ പോകുന്നുണ്ട്. ഇതിനുശേഷം അങ്കിൾ കുസൂക്കി ഫേക്ക് ആയിട്ടുള്ള പിക്ചർ വരയ്ക്കാനായിട്ട് ഫുജി ഇവിടെ തന്നെ നിർത്തുകയാണ്. അങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്താണ് സിയോണയുടെ ആ ഒരു കഷ്ടപ്പാടിനെ കുറിച്ചിട്ട് ഫുജി മനസ്സിലാക്കുന്നത്. മാത്രമല്ല ആ ഒരു വേലക്കാരി അവർ നല്ല രീതിയിൽ തന്നെ സിയോണയെ ഒരു എന്താ പറയാ മെന്റൽ ആയിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും അതിന്റെ ആ ഒരു കാരണം? അവിടെ നോക്കുകയാണെങ്കിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഈ ചീഫ് സെർവന്റ് എന്ന് പറയുന്ന ആ ലേഡി ഉണ്ടല്ലോ, അത് മറ്റാരുമല്ല ഈ അങ്കിൾ കൊസൂക്കിയുടെ ആദ്യ ഭാര്യയാണ്. എന്നാൽ ഒരു പണക്കാരിയായിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ട് ഇയാൾ ഈ ഒരു കാര്യം മറച്ചു വെച്ചു. അതിനായിട്ട് ഇയാളുടെ ഭാര്യയും കൂട്ടുന്നു. രണ്ടുപേരും ബേസിക്കലി ഫ്രോഡുകളാണ്. അപ്പൊ ഫ്രോഡായിട്ടുള്ള ആ ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവ് പണക്കാരിയായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കുക, അതിലൂടെ വീണ്ടും സമ്പത്ത് വരിക എന്ന് പറയുമ്പോൾ അതിൽ എതിർപ്പൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ സ്ത്രീയും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. മാത്രമല്ല സിയോണയോട് ഈ സ്ത്രീക്ക് ഭയങ്കര ദേഷ്യമാണ്. ചെറുപ്പം മുതലേ അത് അവർ കാണിക്കലുമുണ്ട്. മാത്രമല്ല ഫുജി ഇപ്പോൾ ഈ ഒരു അങ്കിൾ കൊസൂക്കിയുടെ അടുത്ത് വന്ന് കൂടിയത് തന്നെ അവനൊരു നുണ പറഞ്ഞിട്ടാണ്. ശരിക്കും ജപ്പാനിലെ ഒരു റോയൽ ഫാമിലിയിൽപ്പെട്ട ആളാണ് ഈ ഒരു ഫുജി എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൻ ബേസിക്കലി ഒരു ജപ്പാൻകാരനൊന്നുമല്ല, ഒരു സാധാരണ കർഷകനായിട്ടുള്ള കൊറിയക്കാരന്റെ മകനാണ്. എന്നാൽ ഇതുപോലെ വലിയ സ്ഥലങ്ങളിൽ ജോലി കിട്ടണമെങ്കിൽ ഇതുപോലെ റോയൽ ഫാമിലിയിൽ ജനിച്ചതാണ് അല്ലെങ്കിൽ വലിയ കുടുംബത്തിൽ ജനിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാലേ കിട്ടുള്ളൂ. അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഒരു ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഫുജി ഈ അങ്കിൾ കുസൂക്കിയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത് ആ ഒരു പെൺകുട്ടിയാണോ? എന്തിനാണ് നിങ്ങൾ അവരെ വിവാഹം കഴിക്കാൻ പോകുന്നത്? അതൊരു പെണ്ണായിട്ട് എനിക്ക് തോന്നുന്നില്ല, ജീവനില്ലാത്ത ഒരു ശവശരീരം, അതിനെയാണോ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത്? ഇതൊരിക്കലും നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല കേട്ടോ. ഈ കാര്യം ഫുജി അങ്കിളിനോട് പറയുന്ന സമയത്ത് ഒരുമാതിരി ഒരു മറ്റേടത്ത് ചിരി അങ്കിൾ ചിരിക്കുകയാണ്. അതായത് അങ്കിളിന് വേണ്ടത് അവളെയൊന്നുമല്ല, അവളുടെ സ്വത്താണ്. ഫുജി ആണെങ്കിലോ എങ്ങനെയെങ്കിലും സിയോണയെ അങ്കിൾ ഒഴിവാക്കുകയാണെങ്കിൽ അവൻ അവളെ കെട്ടാമെന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇങ്ങനെ പറയുന്നത്. ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരുന്നുകൊണ്ട് ആര് കേൾക്കുന്നുണ്ട്? നമ്മുടെ സിയോണ കേൾക്കുകയാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തോ അർജന്റ് ആയിട്ടുള്ള ഒരു ആവശ്യം വന്നപ്പോൾ അങ്കിൾ കൊസൂക്കി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഫുജിക്ക് സിയോണയോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുജി ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്ന് രാത്രി പറ്റുകയാണെങ്കിൽ ആ ഒരു ഗാർഡനിലേക്ക് വരണം, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് സംസാരിക്കാന്ന് പറയണം. അങ്ങനെ രാത്രി സിയോണയ്ക്ക് ഈ ഫുജിയോട് പോയിട്ട് സംസാരിക്കണമെന്നുണ്ട്. എന്നാൽ നല്ല പേടിയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ റൂമിൽ വെച്ച് പുറത്തേക്ക് നോക്കി അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന സെർവന്റിനെയും അവൾ പറഞ്ഞു വിടുന്നുണ്ട്. കുറെ നേരം കാത്തു നിന്നപ്പോൾ ഫുജി എന്നെ ഡയറക്റ്റ് ആയിട്ട് അവളുടെ റൂമിന്റെ അരികിലേക്ക് വരികയാണ്. ആ സമയത്ത് സിയോണ ഒരു കാര്യം ഫുജിയോട് ചോദിക്കുന്നുണ്ട്, നീ അങ്കിളിനോട് പറഞ്ഞില്ലേ ഞാൻ വെറൊരു ശവത്തെ പോലെയാണെന്ന്, പിന്നെ എന്തിനാ നീ എന്റെ അടുത്തേക്ക് വരുന്നത്, എന്നോട് അടുക്കാൻ നോക്കുന്നത്? ആ സമയത്ത് ഈ ഫുജി ഒരു കാര്യം പറയുന്നുണ്ട്, നീ വിചാരിക്കുന്നത് പോലെ ഞാനൊരു റോയൽ ഫാമിലിയിൽപ്പെട്ട ജപ്പാൻകാരനൊന്നുമല്ല, ഒരു സാധാരണ ദരിദ്രനായ കർഷകന്റെ മകനാണ്, അത് ഒരു കൊറിയക്കാരൻ. എന്നാൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ആദ്യം ഞാൻ നിന്റെ പിന്നാലെ വന്നത് നിന്നെ നോക്കിയതൊക്കെ നിന്നെ ഒന്ന് വളയ്ക്കാമെന്ന് കരുതിയിട്ട് തന്നെയാണ്. സത്യം പറയാലോ ഞാൻ എന്നെ പൊക്കി പറയല്ല. എന്റെ ഈ ഒരു ഭംഗിയും അതുപോലെ തന്നെ ഈ സ്മാർട്ട്നെസ്സും വെച്ച് ഏതൊരു പെൺകുട്ടിയും വളയ്ക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യലുണ്ട്.
പക്ഷേ നിന്റെ അടുത്ത് മാത്രം അത് നടക്കുന്നില്ല, എന്നിട്ടത് നടക്കൂലെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ഡീലിന് വേണ്ടിയിട്ടാണ്, നിനക്കും എനിക്കും ഉപകാരമുള്ള ഒരു ഡീൽ. ഇത് കേട്ടപാട് തന്നെ നമ്മുടെ സിയോണ പറയാണ്, ഞാൻ ഒരു ഡീലിനും ഇല്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ്, എനിക്ക് മടുത്തു, എനിക്ക് പേടിയാണ്. ഇപ്പൊ പെട്ടെന്ന് ഫുജി പറയാണ്, ഒരു കാരണവശാലും അത് ചെയ്യരുത്, നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ എല്ലാ സ്വത്തും അയാൾക്കാണ് കിട്ടാൻ പോകുന്നത്. ഇനിയിപ്പോ നീ മരിച്ചാലും നിനക്ക് പകരം വേറെ ഒരുപാട് പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് അയാളുടെ ഈ വൃത്തികെട്ട പരിപാടി അയാൾ ഇനിയും ചെയ്യും. അപ്പൊ ഇതൊക്കെ തടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ഇയാളുടെ ഈ ഒരു സ്വത്ത് ഇല്ലാതാക്കണം. അതിനുവേണ്ടി നമുക്ക് രണ്ടുപേർക്കും ഫേക്ക് ആയിട്ടുള്ള ഒരു കല്യാണം കഴിക്കണം. അതിനുശേഷം ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് ഈ സ്വത്തുകളൊക്കെ വിൽക്കാൻ കഴിയും. അങ്ങനെ സ്വത്ത് അത് വിറ്റ് കിട്ടുന്ന കാശ് അത് നമുക്ക് പപ്പാതിയാകാം. എന്ന് ഇത് കേട്ടപ്പോൾ സിയോണയ്ക്ക് ആകെ പേടിയാവാണ്. ഇല്ല അങ്കിളെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ ആ ബേസ്മെന്റ് അവിടേക്ക് എന്നെ കൊണ്ടുപോകും, എനിക്ക് പേടിയാന്ന് പറയാണ്. ബേസ്മെന്റോ, അവിടെ എന്താന്ന് ചോദിക്കുമ്പോൾ കൊടൂരമായിട്ടുള്ള ഒരു കാര്യം അവൾ പറയുന്നുണ്ട്. അതായത് അവളുടെ ആന്റി, അതായത് ചെറിയമ്മ മരിച്ചുപോയല്ലോ എന്ന് അവൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. ചെറിയ പെണ്ണായിട്ടുള്ള സിയോണ പോയിട്ട് അങ്കിൾ കൊസൂക്കിയോട് ചോദിച്ചു, എന്റെ ചെറിയമ്മ തൂങ്ങി മരിച്ചതാണെങ്കിൽ അവരുടെ നാക്ക് പുറത്തേക്ക് വന്ന് വീഴണ്ടേ, പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അപ്പൊ നിങ്ങളാണോ എന്റെ ചെറിയമ്മയെ കൊന്നെന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കുട്ടിയായിരിക്കുന്ന സിയോണയോട് അങ്കിൾ കൊസൂക്കി പറയാണ്, നിനക്ക് അതിന്റെ രഹസ്യം അറിയണോ, നീ വാ ബേസ്മെന്റിലേക്ക് വാ. ഇതും പറഞ്ഞ് ആ ബേസ്മെന്റിലേക്ക് സിയോണയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അങ്കിൾ കൊസൂക്കി ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടപാട് തന്നെ സിയോണയുടെ മുഖത്ത് ഒരു മരണഭയം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ അതെന്താണെന്ന് ഇവിടെ കാണിക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഫുജി പറയാണ്, അപ്പൊ നിനക്ക് അങ്കിളിനെ പേടിയാണ്, ആ ഒരു ബേസ്മെന്റിലേക്ക് കൊണ്ടുപോയിട്ട് നിന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ എന്തായാലും മരിക്കാൻ തീരുമാനിച്ചല്ലോ, നമ്മൾ എന്തായാലും ഈ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അഥവാ പിടിക്കപ്പെട്ടാൽ അയാളുടെ കയ്യിൽപ്പെട്ട് ഒരുപാട് വേദന അനുഭവിക്കാതെ പെട്ടെന്ന് മരിക്കാനായിട്ടുള്ള ഒരു വിഷം ഞാൻ നിനക്ക് തരാം. അപ്പൊ രണ്ടും കൽപ്പിച്ച് നമുക്ക് ഈ ഒരു പരിപാടി ചെയ്യല്ലേ. അപ്പൊ ഈ ഒരു ഫുജി കൊടുത്ത ആ ഒരു വിഷത്തിന്റെ കുപ്പി ഉണ്ടല്ലോ, അത് ഇതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്. സിയോണ അതുപോലെ തന്നെ ഫുജി ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം ആ ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടന്നപ്പോൾ ഫുജി അവൾക്കായിട്ട് ഒരു ബോട്ടിൽ കൊടുത്തിരുന്നല്ലോ, അത് ഈ വിഷം തന്നെയായിരുന്നു. അങ്ങനെ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ടേക്ക് പോവാം എന്ന് ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അങ്കിൾ കൊസൂക്കി എന്നെ ഒരു കാര്യം പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. ഓവറായിട്ട് ഞാൻ കിടന്ന് കളിക്കുകയാണെങ്കിൽ എന്നെ ഏതോ ജപ്പാനിലൊരു ഭ്രാന്താശുപത്രി ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് പൂട്ടിയിടും, പിന്നെ ഒരിക്കലും പുറംലോകം കാണാൻ കഴിയില്ല, അവസാനം അവിടെ കിടന്ന് നരകിച്ച് ചാവണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കാറുണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ, നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കൊസൂക്കി അങ്കിൾ നമ്മൾ പിടിക്കും. പക്ഷെ അതിന് പകരം എന്റെ ഐഡന്റിറ്റി അത് മറ്റൊരു പെണ്ണിന് കൊടുത്ത് അവളെ നമ്മൾ ആ ഒരു ആശുപത്രിയിൽ പൂട്ടിയിടുകയാണെങ്കിൽ ഞാനൊരു ഭ്രാന്തിയായിട്ട് ആ ഒരു ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് അങ്കിൾ വിചാരിച്ചോളും, എന്നെ തേടി വരൂല്ല. അപ്പൊ ഈ ഒരു പ്ലാൻ നടപ്പിലാക്കാന്ന് ഇപ്പൊ ഫുജിയും സമ്മതിക്കുകയാണ്. ഇനി ഇവർക്ക് വേണ്ടത് മണ്ടിയായിട്ടുള്ള ഒരു പെണ്ണിനെയാണ്, അതായത് സിയോണയുടെ ഐഡന്റിറ്റി കൊടുത്ത് അവളെ വേണം ആ ഒരു ആശുപത്രിയിൽ പൂട്ടിയിടാനായിട്ട്. അതിനായിട്ട് ഇവിടുത്തെ സെർവന്റിനെ തന്നെ ഇവർ നോക്കി വെക്കാണ്. പക്ഷെ ആ ഒരു സെർവന്റ് അത്ര കാര്യങ്ങൾ നടക്കില്ല, അവളെ കൊണ്ടൊന്നും ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫുജി ഉണ്ടല്ലോ ആ സെർവന്റിനെ ചെറുതായിട്ടൊന്ന് വളക്കിയാണ്. അവളുടെ കൂടെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് മനഃപൂർവ്വം തന്നെ ചീഫ് സെർവന്റ് കാണാൻ വേണ്ടി ഈ ഫുജി കാണിച്ചു കൂട്ടുന്നുണ്ട്. അതിന്റെ പേരിൽ ഈ വേലക്കാരിയെ പറഞ്ഞേക്കാണ്. അപ്പൊ അവിടെ ഒരു വേക്കൻസി വന്നില്ലേ, ആ വേക്കൻസിയിലേക്ക് പുതിയൊരാളെ വേണമെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു വേലക്കാരിയെ ഫുജി തന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെയാണ് പാവം ചോയ് ഈ ഒരു പാലസിലേക്ക് വരുന്നത് ഇവിടുത്തെ ജോലി ചെയ്യാനായിട്ട്. ചോയ് വന്ന സമയത്ത് തന്നെ അവൾക്ക് വായിക്കാനൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ കത്തിൽ എന്താണെന്ന് അവൾക്ക് ഒരു ധാരണയില്ല. യഥാർത്ഥത്തിൽ ആ കത്തിൽ ഉണ്ടായിരുന്നത് എന്താണോ ഫുജി സിയോണോട് പറയാൻ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളായിരുന്നു. അതായത് ബേസിക്കലി അവരുടെ പദ്ധതി എന്താണെന്നുള്ളത്. അപ്പൊ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ബലിയാട്, ആള് വെറും ഒരു പൊട്ടത്തിയാണ്, എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ അവളെ കബളിപ്പിക്കാൻ പറ്റും. അപ്പൊ അവളുമായിട്ട് നീ നന്നായിട്ടൊന്ന് അടുക്കണം കേട്ടോ. അപ്പൊ അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ചെറിയൊരു റൊമാൻസ് അവളോട് കാണിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൾ നമ്മൾ എത്തിക്കണം. പക്ഷെ എന്തോ സിയോണയ്ക്ക് പാവം തോന്നുകയാണ്, ഒരു പാവം പൊട്ടി പെണ്ണാണ് ഈ ചോയ്, അവള് വെറുതെ ആ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയിടണോ, അവളെ നരകിപ്പിക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ അവളുടെ ഉള്ളിലുണ്ട്. എന്തായാലും പദ്ധതി ഇട്ടുപോയില്ലേ, ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ടേക്ക് പോവല്ലാതെ വേറെ ഒരു വഴിയില്ല. അന്ന് ഫുജി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ സിയോണയെ കുളിപ്പിക്കാനായിട്ട് ചോയ് പോയല്ലോ. അപ്പൊ മനഃപൂർവ്വം തന്നെയാണ് സിയോണ ചോയോട് ഇങ്ങനെ മുഖത്തോട് മുഖം ഇങ്ങനെ ചേർത്ത് വെച്ചതും അവളുടെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുത്തതും. ശരിക്കും ചോയ് അല്ല സിയോണയുടെ അടുത്തേക്ക് പോയത്, സിയോണയാണ് ചോയെ ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചത്. കാരണം ആ ഒരു റൊമാൻസ് വല്ലാതൊരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ എന്താണോ സിയോണ പറയുന്നത് അതുപോലെ തന്നെ ചോയ് ചെയ്യില്ലേ, ഇവർക്ക് വേണ്ടതും അത് തന്നെയാണ്. അതുപോലെ അന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് തിരിച്ചു വന്നപ്പോൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് കണ്ടപ്പോൾ ആ വസ്ത്രം സിയോണ ചോയ്ക്ക് കൊടുത്തില്ലേ, അവൾ അത് ഇട്ടുകൊണ്ട് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയില്ലേ. അതും ഇവരുടെ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ചോയ് ഈ ഒരു സിയോണ അതുപോലെ തന്നെ ഫുജി രണ്ടുപേരും ചുംബിക്കുന്നത് യാദൃശ്ചികമായിട്ട് കണ്ടല്ലോ. അതായത് പെയിന്റിംഗ് പഠിക്കാനായിട്ട് അന്ന് ആ ഒരു തോട്ടത്തിലേക്ക് പോയപ്പോൾ സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവരുടെ ആ ഒരു പ്ലാൻ അവിടെ വെച്ചൊന്ന് പാളി പോയതാണ് കേട്ടോ. രണ്ടുപേർക്കിടയിൽ ചെറിയൊരു ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ല എന്ന രീതിയിൽ ഈ ചോയുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു. മാത്രമല്ല ഈ ഫുജി സിയോണയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ചോയ് അത്യാവശ്യം സിയോണയുടെ നല്ല രീതിയിൽ അടുത്തിട്ടുണ്ട്, എന്നാൽ അത് പോരാ, നീ എന്ത് പറഞ്ഞാലും അവൾ നല്ല രീതിയിൽ കേൾക്കണമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളൊന്ന് ഇന്റിമേറ്റ് ആവണം. അപ്പൊ അങ്ങനെ ഫുജി പറഞ്ഞതനുസരിച്ചാണ് രാത്രിയായപ്പോൾ സിയോണ എനിക്ക് പേടിയാവുന്നു, നീ എൻ്റെ അടുത്തേക്ക് എടുക്കാൻ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ചോയെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് സിയോണയാണ് ശരിക്കും ചോയെ ഒന്ന് റൊമാൻറ്റിക് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നത്. കാരണം ഈ കാര്യം ചെറുപ്പം മുതലേ അവൾ വായിക്കുന്നുണ്ട്, ഒരാളെ എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാം എന്ന് സിയോണയ്ക്ക് നന്നായിട്ട് അറിയാം. അതായത് ചോയ് അല്ല സിയോണയെ വളച്ചത്, സിയോണയാണ് ശരിക്കും ചോയെ അവളുടെ ആ ഒരു റൊമാൻറ്റിക് മൂഡിലേക്ക് കൊണ്ടുവന്നത് തന്നെ. എന്നാലുണ്ടല്ലോ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പാവം പെൺകുട്ടി ചോയെ പെടുത്താനായിട്ട് സിയോണയ്ക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. ആ ഒരു കാര്യമൊക്കെ ഫുജിയോട് പറയുന്നുണ്ട്. എന്നാൽ ഫുജി
ഫുജി പറയാണ് ഈ സമയത്ത് വെച്ച് ഇങ്ങനെ കാല് മാറരുത് കേട്ടാ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് ഇത് പാതി വഴിയിൽ ഇടാനോ ഒരു കാരണവശാലും നടക്കില്ല. അതും ഏതാന്ന് പോലും അറിയാത്ത ഏതോ ഒരു തെണ്ടി പെണ്ണിന് വേണ്ടിയിട്ട്. പക്ഷേ ഫുജി എന്തൊക്കെ പറഞ്ഞിട്ടും സിയോണയുടെ ഉള്ളിൽ എന്തോ വല്ലാത്തൊരു വിഷമം പോലെ. അതായത് ഫുജി പറഞ്ഞിട്ട് ചോയിയോട് മനഃപൂർവ്വം തന്നെ സിയോണ അടുത്തില്ലേ, അങ്ങനെ അടുത്തടുത്ത് അവസാനം അവളോട് യഥാർത്ഥത്തിലുള്ള ഇഷ്ടമായിട്ടുണ്ട്. മാത്രമല്ല അന്നൊരു രാത്രിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റൊമാൻറ്റിക് ആയില്ലേ. പിറ്റേ ദിവസം രാത്രി തന്നെ ചോയ് ചെന്നിട്ട് സിയോണയോട് നിങ്ങൾക്ക് ഫുജിയെ വിവാഹം കഴിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ വല്ലാത്തൊരു ദേഷ്യത്തിൽ സിയോണ ചോയ ഒറ്റ അടി അടിച്ചു. എന്നിട്ട് ആ ഒരു റൂമിൽ നിന്ന് അവളെ പുറത്താക്കുകയും ചെയ്തു. ഇതിനുശേഷം സിയോണ ആ രാത്രിയിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി. ഏത് മരത്തിലാണോ അവളുടെ ചെറിയമ്മയുടെ ആ ഒരു ബോഡി കെട്ടിത്തൂക്കിയത് അതേ മരത്തിൽ തന്നെ ഒരു കയറ് കെട്ടി അത് കഴുത്തിലിട്ട് അവൾ താഴേക്ക് ചാടുകയാണ്. അതായത് ചെയ്യാൻ പോകുന്ന ആ ഒരു വലിയ മഹാപാപം അത് സഹിക്കാനുള്ള കെൽപ്പ് അവൾക്കില്ലായിരുന്നു കേട്ടോ. ഇത് കണ്ടപാട് തന്നെ ചോയ് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. തൂങ്ങിക്കിടക്കുന്ന സിയോണെ അവൾ തൂക്കി പിടിക്കുന്നുണ്ട്. മാത്രമല്ല സിയോണയുടെ ഒരുപാട് തവണ മാപ്പും ഈ ചോയ് പറയുന്നുണ്ട് കേട്ടോ. ചോയ് അവസാനം പറയാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് വലിയൊരു ചതി ചെയ്യാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. സിയോണ നിങ്ങളെയും അതുപോലെ തന്നെ ആ ഒരു ഫുജിയെ മടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനം അവൻ നിന്നെ കല്യാണം കഴിക്കും, എന്നിട്ട് നിന്റെ സ്വത്ത് അടിച്ചു മാറ്റി നിന്നെ പ്രാന്താശുപത്രിയിൽ കൊണ്ടിടാനാണ് അവരുടെ പദ്ധതി. ഞാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ചോയ് ഇപ്പൊ സിയോണോട് പറയാണ്. ഇവിടെയുള്ള എല്ലാവരും കൂടിയിട്ട് നിന്നെ ഒരു പൊട്ടത്തിയാക്കുകയാണ്, നിന്നെ വിഡ്ഢിയാക്കുകയാണ്. ഇതിങ്ങനെ ചോയ് സിയോണോട് പറഞ്ഞ സമയത്ത് സിയോണ പറയാണ് എല്ലാവരും കൂടെ എന്നെയല്ല വിഡ്ഢിയാക്കുന്നത് ചോയ്, നിന്നെയാണ് ആ ഒരു ഫുജി വിഡ്ഢിയാക്കുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ സിയോന ചോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സിയോണയുടെ ഐഡന്റിറ്റി അത് ചോയിൽ വെച്ചു കൊടുത്തിട്ട് അവൾ ആ ഒരു പ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പൂട്ടാനാണ് യഥാർത്ഥത്തിലുള്ള പദ്ധതി. അത് കേട്ട സമയത്ത് ചോയ് വല്ലാണ്ട് ഷോക്കായി പോവാണ് കേട്ടോ. എന്നാൽ ഇതിനു ശേഷം ഈ സിയോണ ചോയ് രണ്ടുപേരും കൂടെ വേറെ പുതിയൊരു പ്ലാൻ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം ഇത്രയും കാലം വായിക്കാൻ അറിയാത്ത ചോയ് ഉണ്ടല്ലോ, സിയോണ അവള് പറഞ്ഞതനുസരിച്ച് ജപ്പാൻ അതുപോലെ തന്നെ കൊറിയ ഈ രണ്ട് ഭാഷയും എഴുതാനും വായിക്കാനും പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരൊരു പുതിയ പദ്ധതി ഉണ്ടാക്കിയിട്ട് അതിനാവശ്യമുള്ള ചില കാര്യങ്ങൾ അതുണ്ടാക്കാനായിട്ട് ചോയ് അവളുടെ മുത്തശ്ശിക്ക് ഒരു കത്ത് എഴുതുന്നത്. അത്യാവശ്യം പണച്ചെലവുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ ഈ സിയോണയുടെ നല്ല വിലപിടിപ്പുള്ള ഒരു വളയം ആ ഒരു കത്തിന്റെ കൂടെ വെക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ആ ഒരു പ്ലാൻ ഒരു വഴിക്ക് പോകുന്നുണ്ട്. പിന്നീട് അങ്കിൾ കൊസോക്കി ജപ്പാനിലേക്ക് പോകുന്ന ആ ഒരു ദിവസമായിട്ടുണ്ട്. ഇയാൾ പോകുന്നതിന് മുന്നേ തന്നെ സിയോണെ ഒന്ന് ഭയപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. ഇയാൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ സിയോണ അതുപോലെ തന്നെ ചോയ് ഇവർ രണ്ടുപേരും നേരെ പോകുന്നത് ഈ അങ്കിൾ കൊസോക്കിയുടെ ലൈബ്രറിയിലേക്കാണ്. പിന്നീട് ചോയ്ക്ക് ഇത്രയും കാലം സിയോണ എന്താണോ വായിച്ചത് ആ പുസ്തകങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് ചോയ്ക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇത്രയും വൃത്തികെട്ട മനുഷ്യനാണോ, ഇത്രയും വൃത്തികെട്ട പുസ്തകമാണോ നിന്നെ കൊണ്ട് വായിപ്പിച്ചത്, ഒന്നും ബാക്കി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ആ ഒരു ദേഷ്യം, അതായത് ചോയ്ക്കുള്ള ദേഷ്യം മുഴുവനും ആ ഒരു പുസ്തകത്തിൽ കുത്തി വരക്കുകയാണ്. പോരാത്തതിന് ഈ അങ്കിൾ കുറെ അവിടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ കളക്ഷൻ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വിലപിടിപ്പുള്ള പെയിന്റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്ലാസ് എല്ലാം തട്ടിമറിച്ച് അതിന്റെ മുകളിലൂടെ എല്ലാം പെയിന്റിംഗ് ഒഴിച്ച് അത് മുഴുവനായിട്ട് നശിപ്പിച്ച് കളയാണ്. മാത്രമല്ല ആ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ലേ, ഇത് മുഴുവനും അവിടെ ഉണ്ടായിരുന്ന ഡ്രെയിനേജ് അതിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാം നശിപ്പിച്ച് കളയുന്നുണ്ട്. കൂട്ടിനായിട്ട് സിയോണയുണ്ട്. കുറെ കാലമായിട്ട് അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ദേഷ്യം അത് അവളും തീർക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി തന്നെ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് ആ ഒരു നദിയുടെ അരികിലേക്ക് രണ്ടുപേരും കൂടെ രാത്രിയിൽ തന്നെ പോവുകയാണ്. ആദ്യമായിട്ട് സിയോണ സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു കാറ്റ് ശ്വസിക്കാൻ തുടങ്ങുകയാണ്. ഇതിനുശേഷം പിന്നീട് എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതല്ലേ. ആ അമ്പലത്തിലേക്ക് പോയി സിയോണ ഫുജി രണ്ടുപേരും വിവാഹം കഴിച്ചു. മാത്രമല്ല ആ മാരേജ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ വിറ്റു കാശുമായിട്ട് ഫിജി വന്നു. പിന്നീട് ഫിജിയുടെയും അതുപോലെ തന്നെ സിയോണയുടെയും പ്ലാൻ അനുസരിച്ച് ആ ഒരു ഭ്രാന്താശുപത്രിയിലേക്ക് ഇവർ ചെല്ലുകയാണ്. ഇനി സിയോണയുടെ ആ ഒരു ഐഡന്റിറ്റി അത് ചോയ്ക്ക് കൊടുത്ത് ചോയിയാണ് ഈ ഒരു ആശുപത്രിയിൽ വെച്ച് അടയ്ക്കാൻ പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ വെച്ച് കബളിപ്പിക്കപ്പെട്ടത് അത് മറ്റാരുമല്ല ഫുജി ആയിരുന്നു. ഫുജി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയെങ്കിലും ഇതിനെ കവച്ചു വെച്ചുകൊണ്ട് സിയോണയും ചോയും വേറൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രാന്തോഷത്തിലേക്ക് ചോയെ വലിച്ചു കൊണ്ടുവന്ന സമയത്ത് അവളിങ്ങനെ കരഞ്ഞായിരുന്നല്ലോ, അത് വെറും അഭിനയായിരുന്നു. ചോയെ ചതിച്ചു അവൾ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കണ്ടിട്ട് സിയോണയും കരഞ്ഞായിരുന്നല്ലോ, അതും അഭിനയായിരുന്നു. രണ്ടുപേരും ഫിജിയെ കാണിക്കാനായിട്ട് ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്നാൽ ഇവരുടെ ഇടയിലുള്ള ആ ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും ഫിജി അറിഞ്ഞിട്ടില്ല. അങ്ങനെ പണവുമായിട്ട് ഇവർ വലിയൊരു ഹോട്ടലിലേക്ക് ചെല്ലുന്നുണ്ട്. ഫിജി ഇപ്പൊ സിയോണോട് പറയാണ് നീ ഫ്രീ ആണ്, എനിക്ക് കിട്ടിയ കാശിന്റെ പകുതി നിനക്ക് തരികയാണ്. അതുപോലെ നിനക്കിപ്പോ നിന്റെ ഐഡന്റിറ്റി അല്ല ആ ചോയ് ഉണ്ടല്ലോ അവളുടെ ഐഡന്റിറ്റിയാണ്. ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം, ആരും നിന്നെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. മാത്രമല്ല എനിക്ക് കിട്ടിയ ഈ കാശ് കൊണ്ട് ഞാൻ ഇവിടെ വലിയൊരു വീട് മേടിക്കാൻ പോവാണ്. നല്ല ആഡംബരമായിട്ടുള്ളൊരു ജീവിതം തന്നെ ഞാൻ ജീവിക്കാൻ പോവാണ്. വേണമെങ്കിൽ നിനക്ക് എന്റെ കൂടെ ജീവിക്കാം. നിന്നെ തേടി ഇനി ആരും വരാൻ പോകുന്നില്ല. കാരണം എല്ലാം കൂടെ നമ്മൾ അവളുടെ തലയിൽ ഇട്ട് കൊടുത്തില്ലേ, ഇനി അവളുടെ പിന്നാലെ എല്ലാവരും പോയിക്കോളും. ഇത് കേട്ട സമയത്ത് സിയോണ പറയാണ് അവളെ കുറിച്ച് ആലോചിച്ച് നിനക്കൊരു തരി പോലെ ഒരു മനസാക്ഷിക്കൊത്ത് തോന്നില്ലേ, ഒരു കുറ്റബോധം തോന്നില്ലേ ചോദിച്ചപ്പോ ഇപ്പൊ ഈ ഒരു ഫിജി പറയാണ് അത് തോന്നേണ്ട ആവശ്യം എന്താണ്, എനിക്ക് കാശ് കിട്ടിയില്ലേ, ഞാൻ എന്റെ കാര്യം നോക്കിയാൽ പോരെ, എന്തിനാണ് അവളുടെ കാര്യം നോക്കുന്നത്, എന്നാലും നീ അവളെ പറഞ്ഞ് ചതിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതല്ലേ എന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും ഫിജി ആലോചിക്കുന്നില്ല. എന്നാൽ ആശുപത്രിയിലേക്ക് പോയി പെട്ടാലും അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള വ്യക്തമായ പ്ലാൻ ചോദിക്കണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ തന്നെ ആശുപത്രിയുടെ ഏതോ ഒരു ഭാഗത്ത് തീ പിടിക്കുന്നുണ്ട്. സോ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കാണ്. ആ സമയം നോക്കി ചോയ് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അടുത്ത സീനിൽ ഫുജിയെ കാണിക്കുകയാണ്. വലിയൊരു എമൗണ്ട് ആണ് ഇവന്റെ കയ്യിലുള്ളത്. ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് ആ കട്ടില് മുഴുവനും ആ കാശിട്ട് അതിൽ കിടന്ന് അറമാദിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്. ഇതേ നേരം തന്നെ ആ മുറിയിലേക്ക് സിയോണ 2 വൈൻ ഗ്ലാസുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവൾക്ക് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിൽ അവൻ തന്നെ കൊടുത്ത ആ ഒരു വിഷം ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക്
അങ്ങോട്ടേക്ക് വന്ന സിയോണ ഈ ഫുജിയോട് പറയണ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, ജീവിക്കുകയാണെങ്കിൽ നിന്റെ കൂടെ ജീവിച്ചാൽ പോരെ, ഇത്രയൊക്കെ എന്റെ കൂടെ ചെയ്യാൻ വേണ്ടി നിന്നേല്ലേ. അങ്ങനെ കുറച്ചൊക്കെ അവനുമായിട്ട് റൊമാൻറ്റിക് ആവാൻ നിന്ന് അവനെ കൊണ്ട് ആ ഒരു വൈൻ കുടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതങ്ങനെ ഫോഴ്സ് ചെയ്ത് കുടിപ്പിച്ചാൽ അവന് സംശയം തോന്നില്ലേ. ഇവനാണെങ്കിൽ ആ ഒരു റൊമാൻറ്റിക് മൂഡിൽ നിൽക്കുകയല്ലാതെ വൈന് കുടിക്കുന്നില്ല. അപ്പൊ തന്നെ സിയോണ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അവളുടെ വായിലേക്ക് വിഷമുള്ള ആ ഒരു വൈനാക്കുന്നുണ്ട്. എന്നിട്ട് അവനെ ചുംബിക്കുന്നത് പോലെ കാണിച്ച് അവന്റെ വായിലേക്ക് ആ ഒരു വൈനാക്കി കൊടുക്കുകയാണ്. അത് അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ അവൻ ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. ഇതിനുശേഷം ഈ ഫുജി അവന് വേണ്ടി എടുത്തു വെച്ച ആ ഒരു കാശുണ്ടല്ലോ അത് മുഴുവൻ പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് സിയോണ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ രാവിലെ ആയപ്പോഴാണ് ഈ ഫുജി കണ്ണു തുറക്കുന്നത്. വിഷം ഉള്ളിൽ ചെന്നെങ്കിലും അതിന്റെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവൻ മരിച്ചില്ല, ബോധം കെട്ടേ ഉള്ളൂ. എന്നാൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ റൂമിൽ അങ്കിൾ കൊസോക്കിയുടെ 2 ആൾക്കാരുണ്ടായിരുന്നു. ഇവന്മാര് കൈയോട് തന്നെ ഫുജിയും പൊക്കിക്കൊണ്ട് നേരെ അങ്കിളുടെ ആ ഒരു പാലസിലേക്ക് പോവാണ്. ഇതേ സമയത്തിന് കാശുമായി രക്ഷപ്പെട്ട നമ്മുടെ സിയോണയുണ്ടല്ലോ, ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ചോയ് ഒരു സ്ഥലത്ത് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോവാണ്, അവർ മീറ്റ് ചെയ്യാണ്. മാത്രമല്ല ചോയ് അവളുടെ മുത്തശ്ശിയോട് പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നല്ലോ, ആ സാധനങ്ങളൊക്കെ മേടിച്ച് ഇവർ കയ്യിൽ വെക്കുന്നുണ്ട്. ഇപ്പോ ഫുജിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവനിപ്പോ ഒരു അങ്കിളുടെ പാലസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല അങ്കിളിനോട് ആരെങ്കിലും ഒരു നെറികേട് കാണിച്ചാൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് തന്നെ ഈ പാലസിൽ ഒരു റൂമുണ്ട്, അത് തന്നെ ആ ഒരു ബേസ്മെന്റ്. അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് വെറും ഒരു ജഡ്ഡി മാത്രം ഇടിപ്പിച്ചിട്ട് ഫിജിയെ അവിടുത്തെ ആ ഒരു ടേബിളിൽ ഇരുത്തിയിട്ടുണ്ട്. മാത്രമല്ല കയ്യും കാലൊക്കെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ ബേസ്മെന്റിൽ വെച്ചാണ് അങ്കിളിന് ദേഷ്യമുള്ള ആൾക്കാരോട് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യം അങ്കിൾ ചെയ്യാറ്. അത് ഇതുവരെയായിട്ടും എന്താണെന്ന് കാണിച്ചിട്ടില്ല. അതിപ്പോ നമ്മളെ കാണിക്കുന്നുണ്ട്. അവിടെ വലിയൊരു ഗ്ലാസിന്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അതിൽ ഇച്ചിരി വെള്ളമുണ്ട്, അതിൽ തന്നെ വലിയൊരു നീരാളിയുണ്ട്. അപ്പൊ ഈ നീരാളി ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഓരോ ആൾക്കാരും ഈ അങ്കിള് ഉപദ്രവിക്കുന്നത്. അത് വല്ലാത്തൊരു വേദനയായിരിക്കും. ഇപ്പോ ഈ ഫിജിയുടെ 2 കൈയും അവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കറിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. കൈ പോലും അവൻ എടുക്കാൻ കഴിയുന്നില്ല. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അങ്കിള് പൂർണ്ണമായിട്ടും അവനോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അതായത് ഈ ഫിജിയും പറ്റിച്ചുകൊണ്ട് അവിടുന്ന് സിയോണ കടന്നു കളഞ്ഞിട്ടുണ്ട്. ആ കാശും ഡോക്യുമെന്റ്സ് ഒന്നും ഇപ്പൊ അവന്റെ കയ്യിലില്ല. ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കൂളായിട്ട് തന്നെ അങ്കിളുടെ കയ്യിൽ ഈ പേപ്പർ എല്ലാം കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്തിയുണ്ട്. ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ഫിജിയുടെ ഓരോ വിരലുകളായിട്ട് ഇങ്ങനെ മുറിച്ച് 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 വരികയാണ്. ആ നേരമുണ്ടല്ലോ അവൻ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ എന്റെ ഭാര്യ, അതായത് നമ്മുടെ സിയോണയുടെ ചെറിയമ്മേനെയും കൊതിന്ന് പറയുന്നുണ്ട്. വല്ലാത്തൊരു ക്രൂരനായിട്ടുള്ള മനുഷ്യൻ തന്നെയല്ലേ. മാത്രമല്ല ഇപ്പൊ ഈ ഒരു അങ്കിൾ കൊസോക്കി ഫിജിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ നിന്നോട് ഇത്രയും കാണിക്കെങ്കിൽ എന്നെ പറ്റിച്ചിട്ട് പോയ ആ 2 പെണ്ണുങ്ങള് സിയോണ പിന്നെ വേലക്കാരിയായിട്ടുള്ള ചോയ്, അവരെ എങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാല് ഒരിക്കലും ആ പാവങ്ങൾ ഇയാളുടെ കയ്യിൽ പെട്ടുപോലേന്ന് ആലോചിക്കാൻ പോ. ഇതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ കാണിക്കുകയാണ്. അതായത് ഈ ജപ്പാനിൽ നിന്ന് നാട് വിടാനായിട്ട് സിയോണ അതുപോലെ തന്നെ ചോയ് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇവരെന്തായാലും വരുമെന്ന് പ്രതീക്ഷ ഈ അങ്കിൾ സുസോക്കി ഉണ്ടല്ലോ, സോറി മാറിപ്പോയി, കൊസോക്കി, ഇയാൾക്ക് ജപ്പാൻ പോലീസുമായിട്ട് നല്ല ബന്ധമാണല്ലോ. അപ്പൊ പോലീസുകാരോട് ഈ ഒരു സിയോണയുടെ ഫോട്ടോ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സ്ത്രീയെ കണ്ടാൽ അപ്പൊ തന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ പരിശോധിക്കുന്ന ഈ പോലീസുകാർക്ക് സിയോണയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്, സിയോണ അതുപോലെ തന്നെ ചോയ് അവര് വേഷം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സിയോണ ഇപ്പോൾ ഒരാണിന്റെ വേഷം ധരിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ ഇവർ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് ചൈനയിലേക്കാണ്. അപ്പൊ പാസ്പോർട്ടും കാര്യങ്ങളും ആവശ്യമല്ലേ. അപ്പൊ ആ ഒരു പാസ്പോർട്ടാണ് ചോയ് അവളുടെ മുത്തശ്ശിയെ വിളിച്ചിട്ട് കാശെല്ലാം കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്തത്. മുത്തശ്ശി ഇങ്ങനെ ചെയ്തു കൊടുത്തതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു എമൗണ്ടും കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഫുജി അവന് ഈ ഒരു കാശെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇനി എങ്ങാനും സിയോണ കൂടെ വരികയാണെങ്കിൽ അവളുമായിട്ട് ചൈനയിലേക്ക് പോകാനായിട്ട് 2 ടിക്കറ്റ് എടുത്ത് വെച്ചായിരുന്നു. ആ ട്രെയിൻ ടിക്കറ്റും ഇപ്പോൾ ഉള്ളത് സിയോണയുടെ കയ്യിലാണ്. അങ്ങനെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് ചോയ് ഇപ്പോൾ സിയോണയും കൂട്ടിയിട്ട് നേരെ ട്രെയിനിൽ കയറിയിട്ട് ചൈനയിലേക്ക് പോവാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് അതായത് അങ്കിൾ കൊസോക്കിയുടെ ആ ഒരു പാലസിലെ ബേസ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഫുജിയെ അയാളിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൂരമായ ടോർച്ചറിങ് എന്ന് പറയാം. മാത്രമല്ല ഈ അങ്കിൾ കൊസോക്കി പറയാണ്, എടാ എത്രയോ വർഷമായിട്ട് ഞാൻ അവളൊന്ന് തൊടു പോലും ചെയ്യാതെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അവളൊന്ന് കല്യാണം കഴിക്കാൻ. എന്നാൽ അപ്പോഴേക്കും നീ അവളങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയില്ലേ. അതൊക്കെ പോട്ടെ, അന്ന് രാത്രിയിൽ എന്താ സംഭവിച്ചത് അത് വിശദമായിട്ടൊന്ന് നീ പറ, എനിക്കത് കേൾക്കണം. ഇയാൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഒരു വല്ലാത്തൊരു മനോരോഗിയാ തോന്നുന്നു കേട്ടോ ഈ അങ്കിൾ കൊസോക്കി. എന്നാൽ ഇതേ നേരം തന്നെ ഈ അങ്കിൾ ആണെങ്കിൽ അവന്റെ മറ്റേ കയ്യിൽ ഒരു കൂർത്ത സ്ക്രൂ ഡ്രൈവർ പോലെ ഒരു സാധനം ഇങ്ങനെ തിരിച്ച് കയറ്റുന്നുണ്ട്. ഒരു ഭാഗത്ത് ഭയങ്കര ക്രൂരമായിട്ട് വേദനിപ്പിക്കുക, എന്നിട്ട് അവനോട് ഈ കഥ പറയാൻ പറ്റുമോ. എന്നാലും വേദന സഹിച്ചു നിന്ന ഫിജി ഉണ്ടല്ലോ, ഒരു കാര്യം പറയാണ്, ഞാൻ പറയാം വിശദമായിട്ട് പറഞ്ഞുതരാം, പക്ഷെ അതിന് മുന്നേ എന്റെ സിഗരറ്റ് താഴെ വീണ് കിടക്കുന്നു, അതൊന്നും എടുത്തു തരുമെന്ന് ചോദിക്കണം. അത് വലിച്ചുകൊണ്ട് ഞാൻ പറയാന്ന് പറയണം. ഈ അങ്കിൾ ആണെങ്കിൽ വേഗം അത് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സിഗരറ്റ് കത്തിച്ച് അത് വലിച്ചുകൊണ്ട് ഫിജി കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അന്ന് രാത്രിയിൽ സിയോണ ഫിജി ഇവരുടെ ഇടയിൽ ഒന്നും നടന്നിട്ടില്ല. കാരണം ഇവർ ശരിക്കും പ്രണയിക്കുന്നൊന്നുമില്ലായിരുന്നു. എന്നാൽ ഫിജിക്ക് സിയോണ അതുപോലെ തന്നെ ചോയ് ഇവരുടെ ഇടയിൽ ആ ഒരു പ്ലാൻ അറിയില്ലല്ലോ. അപ്പോൾ ചോയ് വരുന്ന സമയത്ത് ഈ ബെഡിൽ ബ്ലഡ് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് കൈന്നൊരു ഇച്ചിരി ഒരു മുറിവുണ്ടാക്കിയിട്ട് അവിടെ ആ ഒരു ബ്ലഡ് ആക്കി വെച്ചതായിരുന്നു. അല്ലാതെ ആ രീതിയിൽ വന്ന ബ്ലഡ് ഒന്നും അല്ല അത്. അതായത് അവർക്കിടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഫിജി മറ്റൊരു രീതിയിൽ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്കിടയിൽ എല്ലാം സംഭവിച്ചെന്ന രീതിയിൽ ഈ അങ്കിൾ കൊസോക്കി ഒന്ന് സുഖിപ്പിക്കുന്ന രീതിയിൽ. എന്നാൽ ഇതൊന്നും പോരാ, ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ട് പറയിപ്പിക്കാൻ തുടങ്ങണം. അതായത് ഈ വൃത്തികെട്ട കാര്യങ്ങൾ കേൾക്കുന്നതിൽ അങ്കിൾ കൊസോക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനിയും സിഗരറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഫുജിയുടെ സിഗരറ്റുകൾ കോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതെടുത്ത് വീണ്ടും കൊടുക്കുകയാണ്. അവൻ നന്നായിട്ട് വലിച്ചോതുന്നുണ്ട്. അവന്റെ മുഖത്തിന്റെ അടുത്ത് തന്നെ വന്നിട്ട് ആ കഥ ഇപ്പൊ അങ്കിൾ കൊസോക്കി കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ കഥ കേൾക്കുന്നതിനൊപ്പം തന്നെ അവന് നന്നായിട്ട് കൊസോക്കി വേദനിപ്പിക്കുകയും ചെയ്യാണ്. ഇപ്പൊ ആ ഒരു
ഒരു ടോർച്ചറിങ് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവന്റെ ജഡ്ഡി കീറി കളഞ്ഞ് അവന്റെ പ്രൈവറ്റ് പാർട്ട് അത് തന്നെ മുറിച്ച് കളയാൻ പോവാണ്. എന്നാൽ ഇങ്ങനെ മുറിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, അവിടെ മുഴുവനായിട്ട് ഒരു നീലപ്പുക. ഇതിപ്പോ എവിടുന്നാ വന്നത്? മാത്രമല്ല അത് ശ്വസിച്ച പാട് തന്നെ ഈ അങ്കിൾ കൊസൂക്കി ആണെങ്കിൽ നിലം പൊത്തി താഴേക്ക് വീണ് സ്പോട്ടിൽ തീർന്നു പോവാണ്. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? ഇത്രയും നേരം സിഗരറ്റ് എന്ന് പറഞ്ഞിട്ട് ഫുജി വലിച്ച് ഊതിക്കൊണ്ടിരുന്നത് ആ ഒരു വിഷമായിരുന്നു. ആ സിഗരറ്റിന്റെ ഉള്ളിൽ അവൻ നേരത്തെ തന്നെ ആ ഒരു വിഷം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫുജിയും നേരത്തെ തന്നെ ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ട്. ഇനി എങ്ങാനും ഈ അങ്കിൾ കൊസോക്കിയുടെ കയ്യിൽ പെട്ടുപോയാൽ ഇഞ്ചി ഇഞ്ചായിട്ട് മരിക്കുന്നതിന് നല്ലത് ഒറ്റയടിക്ക് ചാവലാണ്. അപ്പൊ അതിനുവേണ്ടി ഫിജി നേരത്തെ തന്നെ സിഗരറ്റിൽ നല്ല വിഷമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷത്തിന്റെ പുകയാണ് അങ്കിൾ കൊസോക്കിയുടെ മുഖത്തേക്ക് അങ്ങനെ ഊതി വിട്ടത്. അത് ശ്വസിച്ചാണ് ഇയാളിപ്പോ നിലംപൊത്തി ചത്തു വീണത്. അതിന്റെ കൂടെ തന്നെ ഈ സിഗരറ്റ് അതിൽ വിഷമുണ്ടല്ലോ അത് വലിച്ച് ഫുജിയും അധികം വൈകാതെ അവിടെ തന്നെ വീണ് മരിച്ചു പോവാണ്. എന്തായാലും അങ്കിളിന്റെ ആ ഒരു ക്രൂരമായ ടോർച്ചർ അതിലൂടെ മരിക്കുന്നതിൽ നല്ലത് ഇതുപോലെ മരിക്കുന്നതാണ്. അതിന്റെ കൂടെ തന്നെ ഇയാളെ തട്ടാനും പറ്റിയല്ലോ. അങ്ങനെ അവസാനം മരിക്കുന്ന സമയത്ത് ഫിജി ഓർക്കുന്നത് സിയോണയുടെ ആ ഒരു മുഖമാണ് കേട്ടോ. മാത്രമല്ല സിയോണ അതുപോലെ ചോയ് ഇവർ രണ്ടുപേരും ചൈനയിലേക്ക് ഇപ്പൊ കപ്പൽ മാർഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയും ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ലൈഫ്, ആ ലൈഫ് ജീവിച്ച് തീർക്കാനായിട്ട്. അപ്പൊ ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഞാൻ പറഞ്ഞല്ലോ കിടിലൻ സിനിമയായിരിക്കുന്നു. അപ്പൊ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.